സിനിമാ ലോകം എത്രമാത്രം ഗ്ലിറ്ററിയാണോ അത്രമാത്രം തന്നെ സാധാരണക്കാരന് എത്തിപ്പെടുവാൻ സാധിക്കാത്തൊരു മേഖല കൂടിയാണ്. അത്തരമൊരു മേഖലയെ സ്വന്തം കരിയറായി തിരഞ്ഞെടുക്കാൻ ധൈര്യം കാണിച്ചൊരു വ്യക്തിയാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമുക്കൊപ്പം ചേരുന്നത് ജീവ സാവിത്രി ജനാർദ്ദനൻ. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ ജീവയുടെ ജേണിയെ പറ്റിയും ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രത്തെപ്പറ്റിയും അതിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യങ്ങളെപ്പറ്റിയുമൊക്കെ വളരെ വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഒരു സ്ത്രീ സംവിധായിക എന്ന നിലയിൽ ജീവ നേരിടുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, സിനിമാ മേഖലയിൽ നിന്നും കിട്ടുന്ന പിന്തുണ, അതുകൂടാതെ സിനിമാ മേഖലയിലെ മറ്റ് പ്രശ്നങ്ങൾ, അതായത് ജെൻഡർ ബേസ്ഡ് ആയിക്കോട്ടെ, കാസ്റ്റ് ബേസ്ഡ് ആയിക്കോട്ടെ, അതിനൊപ്പം തന്നെ സിനിമാ മേഖലയിൽ നടക്കുന്ന പുതിയ ട്രെൻഡുകൾ, സിനിമാ മേഖല ഓരോ വിഷയങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി, അതിനെപ്പറ്റിയൊക്കെ ജീവയുടെ അഭിപ്രായം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പോഡ്കാസ്റ്റ് എല്ലാവർക്കും വളരെ എൻ്റർടൈനിങ് ആയിരിക്കുമെന്നും ഇൻസ്പയറിംഗ് ആയിരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പോഡ്കാസ്റ്റിലേക്ക് കിടക്കാം. ദ കാഷ്വൽ പോഡ്കാസ്റ്റിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഗസ്റ്റായി വന്നിരിക്കുന്നത് ആക്ടറും ഡയറക്ടറുമായ ജീവ സാവിത്രി ജനാർദ്ദനാണ്. ജീവ, വെൽക്കം ടു ദ കാഷ്വൽ പോഡ്കാസ്റ്റ്. താങ്ക് യു തരുൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇവിടെയും സുഖം. മറ്റു വിശേഷങ്ങൾ എന്താണ്? പൊതുവെ ചൂടും ഈ ഇലക്ഷനും ഇങ്ങനെയായിട്ട് ഇലക്ഷന്റെ ചൂടും അതൊക്കെ ആയിട്ട്, ഇലക്ഷന്റെ ചൂടും അല്ലാത്ത ചൂടും എല്ലാം കൂടെ ഒരു ബുദ്ധിമുട്ടിലാണ് അല്ലേ? ഓക്കെ, ജീവ ഇപ്പോൾ എന്താ ചെയ്യുന്നത് കറന്റ്ലി? ഞാൻ തേവര കോളേജിൽ, അതായത് സേക്രഡ് ഹാർട്ട് കോളേജിൽ സിനിമ ആൻഡ് ടെലിവിഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ HOD ആണ്. അവിടെ പഠിപ്പിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. എങ്ങനെയുണ്ട് പഠിപ്പിക്കൽ കാര്യങ്ങളൊക്കെ, കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ്? അടിപൊളിയായിട്ട് പോകുന്നു. നമ്മളെ എപ്പോഴും ഇങ്ങനെ ഈ ഒരു ജനറേഷനൊപ്പം തന്നെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോകാൻ ഭയങ്കര ഹെൽപ്പാണല്ലോ. പിന്നെ സിനിമയാണ് എൻ്റെ സബ്ജക്റ്റും. സോ നമ്മൾ സിനിമയിൽ തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ ഭയങ്കര സഹായമാണ് സിനിമ പഠിപ്പിക്കുന്നു എന്നുള്ളതും. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ എപ്പിസോഡിൽ വന്നിട്ടുള്ളൊരു ജെൻസി ആയിരുന്നു, അതായത് ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം ഞങ്ങളുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതുപോലെ ജെൻസിയുമായിട്ടുള്ള, അതായത് ജെൻസികളുടെ രീതികൾ, അവരുടെ ഒരു അപ്രോച്ചും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്നത്തെ കാലത്തെ കുട്ടികൾ, അതായത് കോളേജിലെ സ്റ്റുഡൻസൊക്കെ കുറേ കൂടി പല കാര്യങ്ങളിലും അപ്ഡേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ കഴിഞ്ഞ ഒരു കോൺവെർസേഷൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് സംസാരിക്കുന്നത്. അതായത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, അതുപോലെ സോഷ്യൽ സ്റ്റിഗ്മാസിനെ പറ്റിയുള്ള അവരുടെ ഒരു അഭിപ്രായങ്ങൾ, ജീവിക്ക് എന്താ തോന്നിയിട്ടുള്ളത്? ശരിയാണ്. ഇപ്പം നമുക്ക് അതിനൊക്കെ പല രീതിയിൽ ഡിവൈഡ് ചെയ്യേണ്ടി വരും. കാരണം ഇവരിപ്പം അക്കാഡമിക്കലി നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, ഇതുവഴി ഇപ്പോൾ ഇവർ ഏത് സബ്ജക്റ്റ് പഠിക്കുന്ന ഒരു കുട്ടിയും ഒരു ബേസിക് നോളജ് അക്യൂർ ചെയ്തിട്ടായിരിക്കും ഒരു സ്റ്റഡീസിലേക്ക് വരുന്നത്. സോ അവിടെ തന്നെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. മറ്റേ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടീനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടി വരുന്നത്. ഇതൊരു ബേസിക്കോ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ലെവലോ ആണ് ഒരു സ്റ്റുഡൻറ്റ് പഠിക്കാൻ വേണ്ടി തന്നെ. അതൊരു ഡിഫറൻസ്. പിന്നെ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ ഡീറ്റെയിൽസ്, മറ്റ് വിവരങ്ങളെല്ലാം കിട്ടിക്കൊണ്ടിരുന്നത് ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ടെലിവിഷൻ ചാനൽ വഴിയാണ്. ഇതിപ്പോൾ അവരുടെ കൈ തുമ്പിലുണ്ട് എല്ലാം. സോ അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെയുള്ള വേർഡൊക്കെ ഈവൻ നമ്മളെ ജെൻസി അല്ലെങ്കിൽ നമ്മളത്ര ഓൾഡ് അല്ല, എന്നിട്ടും നമുക്ക് വലിയ പിടി ഉണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഒരു +2 അതിന് മുമ്പ് തന്നെ കുട്ടികൾ, ഈവൻ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് മുതൽ തന്നെ കുട്ടികൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. സോ അതിൻ്റെതായ ഭയങ്കരമായിട്ടൊരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഞാനിപ്പം നിരന്തരമായിട്ട് ഈ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ചില വാല്യൂസ് അറ്റ് ദ സെയിം ടൈം നഷ്ടപ്പെട്ടും പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിലേഷൻഷിപ്പുകളുടെ കേസിലാണെങ്കിലോ ഭയങ്കര സെൽഫ് ഇതായിട്ടാണ് പിള്ളേർ ഫീൽ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളെ ബാക്കി എല്ലാ കാര്യത്തിലും എത്രത്തോളം വളർന്നെന്ന് പറഞ്ഞാലും മാറ്റങ്ങൾ വന്നെന്ന് പറഞ്ഞാലും മുന്നിൽ നിൽക്കുന്നവൻ്റെ ഇമോഷൻസിനെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയപ്പെടുന്ന വാല്യൂസ് നമുക്ക് നഷ്ടമാവും. അങ്ങനത്തെ ഒരു പ്രശ്നവും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊരു നല്ലൊരു പോയിൻ്റാണ്. കാരണം കൂടുതലും നമ്മൾ സ്ക്രീൻ സ്പേസിലേക്ക് പോകുമ്പോൾ റിലേഷൻ കൊടുക്കേണ്ട ടൈം നമ്മൾ അവിടെ മിസ്സാവുന്നുണ്ട്. മിസ്സാവുന്നുണ്ട്. ഓക്കെ,
അപ്പം എന്തിനും ഒരു എന്താ പറയുന്നത് പോസിറ്റീവ് സൈഡുള്ളപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നെഗറ്റീവ് എന്ന് പറയുന്ന പോലെ അതും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ജീവ ഇപ്പം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി കൂടി പറയുകയാണ്. ജീവ സംവിധാനം ചെയ്ത സിനിമ റിക്ടർ സ്കെയിൽ 7.6 നോയിഡ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടറിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മൂവി പോലും സംവദിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് ഓക്കെ ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയുടെ ഒരു ഇഷ്യൂ ആണ് പറയുന്നത് പോലും അതൊരു ഫാദർ സൺ റിലേഷനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ സ്റ്റോറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏജ് ഓൾഡ്, അതായത് അച്ഛൻ്റെ കഥാപാത്രം അദ്ദേഹത്തിന് ലാൻഡ് അല്ലെ ഭൂമിയോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, പക്ഷെ മകൻ ആ ഒരു അറ്റാച്ച്മെൻറ്റ് അത്രയില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ കാലത്തിൻ്റെ അനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിന്ന് മുന്നോട്ട് പോകണമെന്നും കുറച്ചുകൂടി അഡ്വാൻസ് അല്ലെങ്കിൽ മോഡേണിറ്റിയിലേക്ക് മാറണം എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ ഒരു ക്ലാഷാണ് ആ മൂവിയിലും കാണിക്കാൻ ഉദ്ദേശിച്ചത്. അതിനെപ്പറ്റി ഒന്ന് എലാബറേറ്റ് ചെയ്യാൻ പറ്റുമോ? അതിനെപ്പറ്റി എലാബറേറ്റ് ചെയ്യാനാണെങ്കിൽ ഇപ്പം ആ സിനിമ ചൂസ് ചെയ്യാനുള്ളൊരു റീസൺ തന്നെ നമ്മളുമായിട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന സബ്ജക്റ്റുകൾ സംവദിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് എന്ന നിലയിലാണ്. അപ്പം ഈ പറഞ്ഞ പോലെ മാർജിനലൈസ്ഡ് സൊസൈറ്റി അത് കേരളത്തിൽ മാത്രമല്ല ലോകത്ത് എവിടെയുമുള്ള ആളുകൾ ഈ കൈൻഡ് ഓഫ് ആളുകൾ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് അതിൻ്റെ മെയിൻ ലൈനായിട്ട് പോകുന്നത്. ബട്ട് അത് രണ്ട് ക്യാരക്ടേഴ്സ്, അച്ഛനും മകനുമായിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഒരു ലൈഫിലൂടെയാണ് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ സംവദിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഇതിലൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി കറൻ്റ്ലി നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ കൂടിയാണ്. കാരണം ഇവിടെ നിന്നിപ്പം നമ്മൾ ജനറലി നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് പല യങ്സ്റ്റേഴ്സും ഇപ്പം പല കോളേജുകളിലും ഡിഗ്രിക്കും പി ജിക്കും സ്റ്റുഡൻസ് ഇല്ല. അത്രമാത്രം യങ്സ്റ്റേഴ്സ് അബ്രോഡേക്ക് പോകുന്നുണ്ട് രക്ഷപ്പെടാൻ. മീൻസ് ഇവിടുത്തെ ചില സാഹചര്യങ്ങൾ കൊണ്ടാവാം. അപ്പം നമ്മുടെ ഈ സിനിമയിലെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ്. അച്ഛന് ആ മണ്ണ് പിടിച്ച് നിൽക്കേണ്ട ആവശ്യമുണ്ട്, മകന് പക്ഷേ ആ മണ്ണിൽ നിന്നുകൊണ്ടൊരു പ്രയോജനവുമില്ല. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് തരത്തിൽ. ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ മകൻ്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പം ആ മണ്ണിൽ നിന്നുകൊണ്ട് അവന് പ്രയോജനമില്ല, അവൻ്റെ ലൈഫിൽ ഒരു രീതിയിലുള്ള അപ്ഗ്രഡേഷനും സംഭവിക്കാൻ സാധ്യതയില്ല അവിടെ നിന്നതുകൊണ്ട്. പക്ഷെ അച്ഛനെ സംബന്ധിച്ച് ഇമോഷണൽ അറ്റാച്ച്മെൻ്റാണ് ആ മണ്ണിനോടുള്ളത്. അത് സത്യത്തിൽ നോക്കുകയാണെങ്കിൽ മറ്റു രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റോ അതല്ലാത്ത രീതിയിലുള്ള ഡെവലപ്മെൻറ്റോ അത് നിന്നുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നുമില്ല. അപ്പോൾ രണ്ട് ജനറേഷനെ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, ആറ്റിറ്റ്യൂഡ്സും ഇമോഷൻസും എല്ലാം കൂടി മിങ്കിൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതാണ് ജനറലി രണ്ട് ക്യാരക്ടേഴ്സിനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു തോട്ടായിരുന്നു. ആ ഒരു കോൺസെപ്റ്റ് നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ആ സിനിമയ്ക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ ഒരു വിസിബിലിറ്റി എനിക്ക് തോന്നുന്നു കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അതിൽ ഒന്ന് രണ്ട് കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതുള്ളത്, ഈ സ്ക്രിപ്റ്റും അല്ലെങ്കിൽ ഈ കഥയും ഈ സ്ക്രിപ്റ്റും കംപ്ലീറ്റ്ലി റജികുമാർ എന്ന് പറയുന്ന സാർ എഴുതിയതും അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ്. ഇത് ചൂസ് ചെയ്തത്, നമുക്കിത് ചെയ്യാമെന്ന് മുന്നോട്ട് വന്നത് സജിത് കുമാർ എന്ന് പറയുന്ന നമ്മുടെ ഒരു ചേട്ടനാണ്. അപ്പം ഇവരാണ് ഇത് രണ്ടിൻ്റെ മെയിൻ കോറ്. അത് ഞാൻ ഡയറക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് ആക്ച്വലി വളരെ നമുക്ക് ഒതുങ്ങുന്ന തരത്തിൽ നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു സബ്ജക്റ്റിൽ ഒരു സിനിമ ചെയ്യുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ അത് കഴിഞ്ഞ് സിനിമ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ അതിനെ എവിടെ എത്തിക്കാമെന്ന് ആലോചന തുടങ്ങിയത്. പക്ഷേ അപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കുറച്ച് ഫിനാൻഷ്യൽ സ്ട്രഗിളും പ്രശ്നങ്ങളും ഉണ്ടായി. പിന്നെ സിനിമയെ പൊതുവെ എനിക്കിപ്പം 2018-19 കാലയളവിൽ പൂർത്തിയായ ഒരു സിനിമയാണ്. ഇപ്പം നമ്മൾ നോക്കുമ്പം ആ ഒരു സമയത്തല്ല ഈ ഒരു സമയത്ത് ആ സിനിമയുടെ കണ്ടൻറ്റ് മാത്രമാണ് ഇമ്പോർട്ടൻ്റ്. ആ സിനിമയ്ക്ക് ഒരുപാട് ടെക്നിക്കൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മേ ബി അതുകൊണ്ടാവുമെന്ന് കരുതി ആശ്വസിക്കുകയാണ് ഞാൻ. ഇപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണോ? യൂട്യൂബിൽ ആരോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഞാനല്ല അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ എങ്ങനെയോ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പം എൻ്റെ സിനിമ അവിടെ കിടക്കുന്നത് കണ്ടു. നോക്കുമ്പം അത്യാവശ്യം നല്ല വ്യൂവേഴ്സ് ഉണ്ട്. അല്ല, അത് നിങ്ങളുടെ പ്രൊഡക്ഷൻ്റെ അല്ല ആരോ ഒരാൾ അപ്ലോഡ് ചെയ്തിട്ടിരിക്കുന്നതാണ്, എനിക്കറിയില്ല എന്താണ്. പിന്നെ ഞാനോ ഇപ്പം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സജിത്തേട്ടനോ അല്ല മറ്റാരും അതിൻ്റെ പുറകെ പോകാൻ നിന്നില്ല. നമുക്ക് അങ്ങനെ ഒരു സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളൊന്നും ആയിരുന്നില്ല ആ സമയത്ത്. പിന്നെ അങ്ങനെ പോട്ടെ എന്ന് വെച്ചു. ബട്ട് നമ്മൾ അത് അവൈലബിൾ ആക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്.
ഓക്കെ. ഇപ്പം ഈ നിലവിൽ കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. അതർവൈസ് ഡയറക്റ്റ്ലി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കമൻറ്റ് ചെയ്യാൻ താഴെ. റിക്ടർ സ്കെയിൽ 7.6 ഇതാണ്. അപ്പം അതിനൊരു വേറൊരു പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം ഈ മൂവി ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജീവ പ്രഗ്നൻ്റ് ആണ്. അപ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെതായ പല ഇമോഷണൽ എന്നാ പറയുന്നത് ബാരിയേഴ്സ് അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകൾ, അതായത് ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ളത് പറയുന്നത് തന്നെ ഒരു വലിയൊരു കടമ്പയാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ വിമൻ ആയിട്ടുള്ള ഒരാളെന്ന നിലയിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ പ്രഗ്നൻസിയും കൂടെ ആയിരുന്നു അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് ജീവ അതിജീവിച്ചത്? ആക്ച്വലി എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറുമായിട്ടുള്ള നിശാന്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം നിശാന്ത് ചേട്ടൻ കൂടെയുണ്ട്. പിന്നെ നമ്മുടെ സഹോദര തുല്യം സ്നേഹിക്കുന്ന ഒരു ക്രൂ മെമ്പേഴ്സാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം ആക്ച്വലി എനിക്ക് കുറേ സ്വാഭാവികമായിട്ടും ഒരു പ്രഗ്നൻ്റ് ലേഡിക്ക് ഉണ്ടാകുന്ന കുറേ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിലും ഞാൻ ശരിക്കും കംപ്ലീറ്റ്ലി സിനിമയിലേക്ക് ഇന്നായിരുന്നു. ഓക്കെ. പിന്നെ ഇത്രയും പേര് പ്രൊട്ടക്റ്റ് ചെയ്യാനും കെയർ ചെയ്യാനും നിൽക്കുമ്പം അത്ര ബോധേഡായിരുന്നില്ലത്. വളരെ എൻജോയ് ചെയ്തൊരു കാര്യമാണ്. കാരണം 2 ഹാപ്പിനെസ് ഒരുമിച്ച് വരുമ്പോൾ ആ ഹാപ്പിനെസ്സിൻ്റെ വലിപ്പം മറ്റേ ബഷീർ പറഞ്ഞ പോലെ ഒന്നും വലിയൊന്നെന്നുള്ള ഒരു കൺസെപ്റ്റിൽ വേണം അതിനെ നോക്കിക്കാണാൻ. ബട്ട് ഇനിയൊന്നും അങ്ങനെ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മീൻസ് അങ്ങനെ ഒരു കാര്യം അത് പോസിബിൾ അല്ല. പിന്നെ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കത്തുമില്ല. കാരണം തിരിഞ്ഞു നോക്കുമ്പോൾ പേടിയാണ്. ആ സമയത്ത് നമ്മളത് എൻജോയ് ചെയ്ത് പോയെങ്കിലും. ഓക്കെ. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പം സാധാരണ ഒരു വീട്ടിൽ ഇപ്പോൾ ഒരാൾ അവരുടെ പാരൻസിനോട് പറയുവാണ് എൻ്റെ ഒരു അംബിഷൻ എന്ന് പറയുന്നത് സിനിമയാണ്. അതായത് ഞാൻ സംസാരിക്കുന്ന ഒരു ലേറ്റ് 80s കാര്യമാണ്. അതായത് നമ്മുടെയൊക്കെ ഒരു ഏജിൻ്റെ സമയത്തെ കാര്യമാണ്, ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അല്ല. അതായത് വളരെ സാധാരണ ഒരു ഫാമിലിയിൽ നമ്മൾ ഇങ്ങനെ നമ്മുടെ പാരൻസിനോട് അവതരിപ്പിക്കുകയാണ് എനിക്ക് സിനിമയിൽ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഡയറക്ടർ ആവണം, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ പൊതുവേ ഒരു 99.9% പാരൻസും അപ്പം തന്നെ അത് അവിടെ കട്ട് ചെയ്ത് കളയും, പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഞാനൊരു ജെൻഡറിൻ്റെ ഇതിലല്ല പറഞ്ഞത്, കോമൺ ആയിട്ടാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ അപ്പോൾ അവിടെ ഒരു ചാൻസേ ഇല്ല. എനിക്കൊന്ന് 99.9 കൂടെ അത് മാറി ചിലപ്പോൾ 100% ആവാനാണ് സാധ്യതയുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ നിന്നും ജീവ എങ്ങനെയാണ് ഡയറക്ടറായത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പഠിക്കുന്ന സമയം തന്നെ ജേർണലിസം, സിനിമ, അങ്ങനെ സംതിങ് റിലേറ്റഡ് ടു മീഡിയ ആയിരിക്കും എൻ്റെ പ്രൊഫഷൻ എന്ന് ഉറപ്പിച്ച് തന്നെയാണ് ഞാൻ എൻ്റെ ഡിഗ്രി ആയിക്കോട്ടെ PG ആയിക്കോട്ടെ എല്ലാം ചൂസ് ചെയ്ത് വന്നത്. ബട്ട് എനിക്കിത് ആക്ച്വലി നമ്മുടെ മുന്നിലേക്ക് വരുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഞാൻ അതിനെ റീതിങ്ക് ചെയ്യുന്നത്. കാരണം എൻ്റെ ലൈഫിൽ ഒരിക്കൽ പോലും ഈ ഇങ്ങനത്തെയുള്ള ബാരിയേഴ്സിലൂടെ ഞാൻ കടന്നു പോയിട്ടില്ല. അത് ശരിക്കും എൻ്റെ അച്ഛനും അമ്മയോടുമാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. മീൻസ് അതൊരു നന്ദി വാക്കിൽ തീരേണ്ടതുമല്ല. കാരണം എങ്ങനെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാത്രമാണ് ഞാൻ തിരിഞ്ഞു പോകുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യുമ്പോൾ മാത്രം. അതർവൈസ് വളരെ കാഷ്വലായിട്ട് എനിക്ക് സിനിമ പഠിക്കണം എന്ന് പറഞ്ഞു, അച്ഛൻ സമ്മതിക്കുന്നു, ഞാൻ സിനിമ പഠിക്കുന്നു. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്കിത് എങ്ങനെ ആൻസർ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു പെൺകുട്ടി ആയതിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയതിൻ്റെയോ പ്രശ്നങ്ങളൊന്നും ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് അനുഭവിച്ചിട്ടില്ല. പുറത്തേക്ക് നമ്മൾ ഇറങ്ങി തുടങ്ങുമ്പോഴാണ് ഇങ്ങനെയൊക്കെയാണല്ലേ പ്രശ്നങ്ങളുണ്ടെന്ന് റിയലൈസ് ചെയ്യുന്നത്. കാരണം ഒരിക്കൽ പോലും എൻ്റെ ആവശ്യങ്ങൾക്കൊരു നോ എൻ്റെ ഫാമിലിയിൽ നിന്ന് വന്നിട്ടില്ല. എവിടെ പോയി പഠിക്കാൻ പറ്റുമോ അത്രയും ദൂരെ പോയി പഠിക്കാനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കറിയാവുന്ന സ്ഥലത്ത് ഇതിലൊരു ബാരിയേഴ്സ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് സിനിമ പഠിക്കണം എന്ന് പറയുമ്പോൾ എന്നെ ഗൈഡ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല, എന്നെ തടയാനും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഞാൻ ചെയ്ത ചോയ്സസ് ആണ് ഈ, അതായത് നമ്മളെ ഫുൾ തുറന്നു വിട്ടിട്ട് നമ്മൾ തന്നെ പോയി കണ്ടുപിടിക്കണം. അത് അപ്പോൾ എന്നെ സംബന്ധിച്ച് അന്ന് എനിക്ക് കേരളത്തിന് പുറത്തുപോയി പഠിക്കുക എന്നുള്ളത് എനിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് അവൈലബിലിറ്റി കൊച്ചി അമൃതയിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ അവിടെ എനിക്ക് അമൃതയിൽ എൻട്രൻസ് എഴുതി, നമുക്ക് ഓക്കെ ആയി. പിന്നെ ബാക്കി പേരൻസാണ് ഡീൽ ചെയ്യുന്നത്. ഞാൻ ഒട്ടും ബോധേഡ് ആയിരുന്നില്ല ആക്ച്വലി. ഏത് കോഴ്സാണ് പഠിച്ചത്? ഞാൻ MFA ആയിരുന്നു, മാസ്റ്റർ ഓഫ് ഫൈനാൻസ് ഇൻ ബ്രോഡ്കാസ്റ്റ് ജേർണലിസം ആൻഡ് വീഡിയോ പ്രൊഡക്ഷൻ ആയിരുന്നു PG. ശരി. അപ്പം വലിയൊരു കുഡോസ് ടു ജീവയുടെ പാരൻസിന്. കാരണം
ജീവയ്ക്ക് ഈ ഈ ഈ തരം പ്രശ്നങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടായില്ല. ജീവ പുറത്തിറങ്ങുമ്പോഴാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് തന്നെ ജീവ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരം ഒരു അന്തരീക്ഷം വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അതും ആ കാലത്ത് ഇപ്പം സമ്മതിച്ചു കൊടുക്കണം കേട്ടോ, അച്ഛനും അമ്മയോടും. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ കുട്ടികളെ വളർത്തുക എന്ന് പറയുന്നത് ഇന്നത്തെ ജനറേഷൻ പലരും ചെയ്യുന്നുണ്ടാവും. പക്ഷേ ലേറ്റ് 80s കാര്യമാണ്, വലിയ കാര്യം തന്നെയാണ്, സമ്മതിച്ചേ പറ്റുള്ളൂ. ഈ സിനിമയിലേക്ക് ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, ഇതിൻ്റെ സ്ക്രിപ്റ്റ് രജികുമാർ എന്ന് പറഞ്ഞ ചേട്ടനാണ്, പിന്നെ സജിത്ത് ചേട്ടനാണ് ഇതിൻ്റെ, അവരാണ് ഇതിൻ്റെ പ്രൊജക്റ്റ് ബ്രെയിൻ ഇതാണ്. ഓക്കെ. അപ്പം അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് ജീവ? ശരിക്കും എനിക്ക് നമ്മളൊരു സ്മാർട്ട് ഫോണിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ് സജിത്തേൻ്റെ ഒരു കോണ്ടാക്ട് വരുന്നത്. അപ്പം അതിൻ്റെ അകത്ത് നമ്മുടെ ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു. അപ്പം ആ സർക്കിളിലുള്ള ഒരാളായിരുന്നു, ഈ ഒരു ലൂപ്പ് പോലെയായിരുന്നു സജിത്തേട്ടൻ. അപ്പം ഞാൻ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നതാണ് പഠിച്ചത്, ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യണു. ആ സമയത്ത് ഞാൻ തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം പ്രൊഫൈൽ കണ്ടപ്പം സജിത്തേട്ടൻ അന്ന് ഖത്തറിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് ഒരു 2 മിനിറ്റ്സ് എങ്ങാണ്ടേ സംസാരിച്ചുള്ളൂ. ജീവ പ്രൊഫൈൽ ഞാൻ കണ്ടു, നമുക്ക് ഒരുമിച്ചൊരു സിനിമ ചെയ്താലോ. അപ്പം ഞാൻ ഞെട്ടിപ്പോയി, കാരണം നമ്മൾ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നിടത്ത് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാമോ എന്ന് ചോദിക്കുന്നത്. അപ്പം ഞാനൊരു 2 days കഴിഞ്ഞ് തിരിച്ച് വിളിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ 2 daysനുള്ളിൽ ഡിസൈഡ് ചെയ്തതാണ് സിനിമ ചെയ്യാന്നുള്ളത്. ബട്ട് അതൊരു ലോങ് ജേർണി ആയിരുന്നു. എനിക്ക് തോന്നുന്നു 2014 സമയത്ത് തുടങ്ങി 2016, 17 ആയി സിനിമ ചെയ്യേണ്ടി വന്നപ്പോൾ. കാരണം ഞാനൊരു വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല. ആ സമയത്ത് ഉണ്ടാക്കിയെടുത്തൊരു ടീമിലും ഒരു മുൻപരിചയങ്ങളുള്ള ആളുകൾ വളരെ കുറവായിരുന്നു. സോ നമ്മളതിന് മുമ്പായിട്ട് ഷോർട്ട് ഫിലിം ചെയ്തു, ഒരു ടീമിനെ ഉണ്ടാക്കി. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ടീമുകൾ മുന്നേക്ക് വരുമ്പോഴേക്കും അവർ തമ്മിലുള്ള ഒരു ആശയം എല്ലാം ഒന്നായിരിക്കണം. അപ്പം ആ തരത്തിലുള്ള ആശയങ്ങൾ ഒരുമിച്ച് ഒരേ ചിന്താഗതിയുള്ള ഒരേ മനോഭാവമുള്ള ആൾക്കാരായിരുന്നു എല്ലാവരും. ഇപ്പം എല്ലാവരും ഒരു അംബേക്രൈറ്റ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇതുവരെ പറയാത്ത, അല്ലെങ്കിൽ മുഖ്യധാരാ സിനിമകൾ പറയാത്ത കഥകളെ മുഖ്യധാരാ സിനിമകളുടെ ഭാഗമാക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് ചേർന്നപ്പോൾ ഉണ്ടായ സിനിമയാണ് റിട്ടർ സ്കെയിൽ. ഓക്കെ. ഇപ്പോൾ ഇതിൻ്റെ മുമ്പൊരു ഷോർട്ട് ഫിലിം ചെയ്തെന്ന് പറഞ്ഞല്ലോ, അതിനെപ്പറ്റി ഒന്ന് എന്തെങ്കിലും? ഷോർട്ട് ഫിലിം ചെയ്തത് ഈ പറഞ്ഞ പോലെ ഒരു വലിയ സിനിമ ചെയ്യണതിന് മുമ്പായിട്ടൊരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യാൻ തീരുമാനിച്ചത്. അതുവഴി ഒരു ടീം ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ. ബട്ട് നമ്മൾ ചെയ്യുമ്പം നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ വേണമല്ലോ നമ്മുടെ മീഡിയത്തിലൂടെ പുറത്തു വരാൻ. അപ്പം ഞാവൽ പഴങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിമാണ് ചെയ്തത്. യു ആർ ഓൾസോ പാർട്ട് ഓഫ് ദാറ്റ് ഷോർട്ട് ഫിലിം. അപ്പം അത് പറയാൻ ശ്രമിച്ചത് ഒരു റേസിസം, അല്ലെങ്കിൽ ഒരു നിറ വ്യത്യാസം എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കിടയിൽ വളർന്നു വരുന്നത്, ആ സാഹചര്യങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ആ കണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പൊതുവെ അതൊരു എക്സ്പീരിയൻസിന് വേണ്ടിയായിരുന്നെങ്കിൽ പോലും ഒരു നല്ല മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് കരുതുന്നു. സ്റ്റിൽ അത് റെലവൻറ്റുമാണ്. അതെ തീർച്ചയായിട്ടും. ഈ അടുത്ത് തന്നെ RLV രാമകൃഷ്ണൻ ചേട്ടൻ്റെ ഒരു ഇഷ്യൂ നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. സോ തീർച്ചയായിട്ടും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. എനിക്ക് തോന്നുന്നു അത് ഇനിയും അങ്ങോട്ട് റെലവൻ്റ് തന്നെ ആയിരിക്കും തോന്നുന്നു. അങ്ങനെ പെട്ടെന്നൊന്നും വായിച്ചു കളയാൻ പറ്റുന്ന സബ്ജക്റ്റുകളല്ല അതൊന്നും. ഓക്കെ. അപ്പം അതിനകത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാനൊരു ശവമായിട്ടാണ് അഭിനയിച്ചത്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് വേറൊരു, ഈ ഷോർട്ട് ഫിലിം നടക്കുമ്പോൾ തന്നെ വേറൊരു കാര്യം കൂടെ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. എന്താണ്? മാരേജ് ആണോ? അതെ, മാരേജ് പറഞ്ഞിട്ടില്ല, പ്രണയം. അതിനെപ്പറ്റി ഞാൻ എൻ്റെ ഒരു ഇത് പറയാം. അതായത് ഞാൻ അറിയുന്നില്ല ഇങ്ങനൊരു സംഭവം നടക്കുന്നുള്ള കാര്യം. അപ്പം ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറാണ്, അപ്പോൾ നമ്മുടെ ഈ ഷോർട്ട് ഫിലിമിൻ്റെയും മ്യൂസിക് ഡയറക്ടർ നിശാന്ത് ഏട്ടൻ തന്നെയാണ്. അപ്പം ഇതേപോലെ തന്നെ ജീവയെ കണ്ടെത്തിയ പോലെ തന്നെ നിശാന്ത് ഏട്ടൻ ഇതുപോലെ വളരെ റാൻഡമായിട്ടാണ് ഈ ഗ്രൂപ്പിലേക്ക് വന്നു ചേരുന്നത്. അപ്പം നമുക്ക് ഇതിനു മുമ്പ് പരിചയമില്ല. അങ്ങനെ പരിചയമില്ലാത്ത ഒട്ടനവധി ആളുകളാണ് ഈ ഒരു കോസ് മുമ്പ് പറഞ്ഞ പോലെ അംബേദ്കറായിട്ട് ചിന്തകൾ വെച്ച് പുലർത്തിക്കൊണ്ടിരുന്ന കുറേ ആളുകൾ, മുമ്പ് പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ നമ്മുടെ അതുപോലുള്ള ഇഷ്യൂസിനെ സിനിമയിലൂടെ കൺവേ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കണം എന്നുള്ള താല്പര്യമുള്ള കുറേ പേർ.
കൂടിച്ചേരുകയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന ഒരാളാണ് നിശാന്തേട്ടനും. അപ്പോൾ ഓക്കെ, നമ്മൾ വളരെ പ്രൊഫഷണലായിട്ട് വരുന്നു, കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നു. പിന്നീടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ പല കാര്യങ്ങളും ബിഹൈൻഡ് ദ സ്റ്റേജ് നടക്കുന്ന കാര്യം. കാരണം ഞാൻ പിന്നീട് എൻ്റെ പല കോഴ്സിൻ്റെ ആവശ്യത്തിനായിട്ടൊക്കെ ഞാൻ പിന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ടീമുമായിട്ട്. പിന്നീടാണ് അറിയുന്നത് കല്യാണം ഉറപ്പിച്ചെന്നൊക്കെ. എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു ഇങ്ങനെ നടന്നത്. ഓക്കെ, അപ്പോൾ ഞാവൽപ്പഴങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഞാവൽപ്പഴങ്ങൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വരുന്നതാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതിന്റെ മെസ്സേജിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പം ഞാവൽപ്പഴങ്ങൾ കാണുക, വളരെ നല്ലൊരു മെസ്സേജാണ് തരുന്നത്, റെലവൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് ഡയറക്ഷനിലേക്ക് വന്നത്. അതിനുശേഷം ജീവ പിന്നെ പെട്ടെന്ന് അതിനുശേഷം മെയിൻ സ്ട്രീമിലേക്ക് ഇങ്ങനെ വരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് WCCയിലൊക്കെ അംഗത്വം എടുക്കുന്നു. ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് സംഭവിച്ചത്? ശരിക്കും ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് എനിക്ക് WCC മെമ്പേഴ്സ് ആയിട്ടുള്ള അർച്ചന പത്മിനി, ആക്ച്വലി ആക്ട്രസ് ആണ്, അതുപോലെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ക്യൂറേറ്ററാണ്. അപ്പം അദ്ദേഹമാണ് എന്നെ വിളിക്കണേ. അപ്പോൾ അർച്ചന വിളിക്കണ സമയത്ത് ഞാൻ ജസ്റ്റ് ഞാവൽപ്പഴത്തിൻ്റെ ഒരു സ്ക്രീനിങ് എന്നുള്ള രീതിയിലാണ് ഒരു WCC കമ്മ്യൂണിറ്റിയിലേക്ക് പോകുന്നത്. ബട്ട് അതിന് ശേഷം ജോയിൻ ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു, നമ്മൾ ജോയിൻ ചെയ്യുന്നു. എന്നെ സംബന്ധിച്ച് ആക്ച്വലി ഞാൻ സിനിമ ചെയ്തു എന്ന് വിശ്വസിക്കാത്ത ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. അത് സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെയാണോ എന്നൊക്കെ കരുതുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ വർക്കിനെ കുറച്ചുകൂടി ഓപ്പൺ ആക്കാനുള്ള ഒരു സ്പേസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം ഇതിനെ കാണുന്നത്. കാരണം WCCയിൽ ജോയിൻ ചെയ്തെന്ന് പറയുമ്പോൾ ഞാൻ മറ്റേ സിനിമാക്കാരിയായി എന്ന് പറയുന്ന മറ്റേ ഒരു അഡ്മിഷൻ പ്രോസസ്സ് പോലെയായിരുന്നു. ബട്ട് അതിന് ശേഷമാണ് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത്. മീൻസ് ആ ഒരു സംഘടനയുടെ ഇമ്പോർട്ടൻസും അവർ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മൂല്യങ്ങളുടെ ഇമ്പോർട്ടൻസും ഒക്കെ അതിനോടൊപ്പമുള്ളൊരു ജേർണിയിലാണ് എനിക്ക് മനസ്സിലായത്. ജസ്റ്റ് ഒരു സിനിമാ സംഘടന എന്നതിനപ്പുറം ഇവിടെ നടക്കുന്ന കുറേ പ്രശ്നങ്ങൾക്ക് എതിരെ നിൽക്കാനും ഈ സിനിമയിലേക്ക് ഇനി വരുന്ന ഒരു പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് കൂടുതൽ ധൈര്യം അറിഞ്ഞോ അറിയാതെയോ പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ആക്ച്വലി എൻ്റെ കരിയറിനും അത് നല്ലതായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, WCC ജോയിൻ ചെയ്തതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ സിനിമ ഇല്ലാതാകുമോ എന്നൊക്കെ. പക്ഷേ എനിക്ക് ഇപ്പം തോന്നുന്നു ഞാൻ WCC ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും എനിക്ക് വരാനുള്ളതേ എനിക്ക് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മുമ്പ് പറഞ്ഞല്ലോ സിനിമാ മേഖലയിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഇഷ്യൂസ്, അതായത് പല ഇഷ്യൂസുണ്ട്. ഇപ്പം സമൂഹത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം സിനിമയിലും ഉണ്ട്. കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള, മുമ്പ് പറഞ്ഞല്ലോ നിറത്തിൻ്റെ പേരിൽ, വിമൻ എന്ന ഒരു ജെൻഡറിൻ്റെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ്. അപ്പോൾ ജീവയ്ക്ക് അതായത് WCC അതിനെതിരെ അതിനൊരു കൃത്യമായ നിലപാട് WCC എടുക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ എന്നിട്ടും ഈ പറയുന്ന പോലെ ഇഷ്യൂസ് സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ടല്ലോ. ഓക്കെ, കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പോലും അപ്പോൾ WCCയുടെ ഒരു റെലവൻസിനെ പറ്റി ഒന്ന് സംസാരിക്കുക. അതായത് റെലവൻസ് ഞാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനൊരു സംഘടന വന്നതിന് ശേഷവും ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇനി എന്ത് ആണ് WCC അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യുന്നത്? ആക്ച്വലി WCC എന്ന് പറഞ്ഞൊരു സംഘടന വന്നതുകൊണ്ട് മാത്രം ഇവിടുത്തെ ഇഷ്യൂ ഇല്ലാതാവുന്നില്ല. ഇപ്പോൾ WCC ഒരു എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ ഒരു അഭിനേത്രി ആക്രമിക്കപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു സംഘടനയാണ്. പിന്നെയാണ് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത്. അപ്പം ഇപ്പോഴത്തെ ഹേമ കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് WCC ആണ് ആക്ച്വലി അതിന് മുൻകൈ എടുത്തിട്ടുള്ളത്. അപ്പം ആക്ച്വലി WCCക്ക് ഇന്നത് ചെയ്താൽ നന്നാവുമെന്ന് ഗവൺമെൻറ്റിനെ അറിയിക്കുക അല്ലെങ്കിൽ മറ്റ് സംഘടനകളെ അറിയിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഇപ്പം WCC ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അല്ലാതെ WCCക്ക് പെട്ടെന്നൊരു ദിവസം ഇൻഡസ്ട്രിയെ മാറ്റിമറിക്കാൻ പറ്റില്ല. പക്ഷെ WCCയിൽ അവിടെ വളരെ കൃത്യമായ രീതിയിൽ ഒരു നെക്സ്റ്റ് ജനറേഷന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഗൈഡ് ലൈൻസും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള വർക്കുകൾ WCC മെമ്പേഴ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ടടക്കം പുറത്തു വരാത്തത് എന്താണ്?
ഇതിനു വേണ്ടി മുൻകൈ എടുത്ത് നമ്മുടെ ടാക്സിൽ നിന്നാണ് ഐ തിങ്ക് ഒരു 2 കോഴ്സ് മാറ്റി വെച്ചിട്ട് ഉള്ളത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് WCC ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. WCC കാരണമാണ് അങ്ങനെ ഒരു കമ്മിറ്റി തന്നെ വന്നത്. ഓക്കെ. അപ്പം അതൊരു കാര്യം. അപ്പം ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് ഗവൺമെൻറ്റും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മറ്റ് സംഘടനകൾ കൂടിയാണ്. തീർച്ചയായിട്ടും. അപ്പം WCCയിൽ വളരെ കുറച്ച് ആളുകളാണുള്ളത്. അതിൻ്റെ ഇരട്ടി മെമ്പേഴ്സുള്ള സംഘടനകൾ വരുന്നുണ്ട്. അവരോട് ഇത് പഠിച്ച് മുന്നോട്ട് വന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ WCCക്ക് ഇപ്പം നമുക്ക് ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്രോച്ച് ചെയ്യാൻ ഒരാൾ എന്ന തീർച്ചയായിട്ടും. നിലയിലൊരു സ്പേസ് WCC കൊടുക്കുന്നുണ്ട്. ആക്ച്വലി നമുക്ക് WCCയുടെ മുന്നിലേക്ക് വരുന്ന ഒരുപാട് കംപ്ലൈൻറ്റുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയി. ഇപ്പം ഞാൻ പേഴ്സണലി അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷണലി ആണെങ്കിൽ പോലും ഞാൻ അധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടില്ല. ബിക്കോസ് എപ്പോഴും ഞാനൊരു സേഫ് സോണിൽ നിൽക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഞെട്ടിപ്പോയി, ഇതൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് തോന്നിപ്പോവും, അത്തരത്തിലുള്ള കഥകൾ. അപ്പം അവർക്കൊക്കെ ഒരു ഹെൽപ്പ് എന്നുള്ള നിലയിൽ ഒരു സോഴ്സാണ് ആക്ച്വലി WCC. പിന്നെ എനിക്ക് പേഴ്സണലി പറയാനാണെങ്കിൽ എനിക്ക് ഒരു ധൈര്യം കൂടിയിട്ടുണ്ട് ആക്ച്വലി. WCC മെമ്പർ ആയതുകൊണ്ട് മാത്രമല്ല, WCC എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അവിടെ ഉള്ളത് കൊണ്ട്. കാരണം എനിക്കറിയാം എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവരും കൂടി എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പുണ്ട്. ഓക്കെ. അല്ല, ഞാൻ ഈ ഇതിനോട് ചേർത്ത് ചോദിക്കുകയാണ്. അപ്പം വിമൻസിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സംഘടന അല്ലേ, അവരുടെ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാൻ നിൽക്കുന്ന ഒരു സംഘടന, അത് നിൽക്കെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നടികൾ അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ളവർ തന്നെ ഇതിനെതിരെ സംസാരിക്കുന്നവരുമുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഞാനതിനെ കാണുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ വീട്ടിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന്. അതെ. അതുപോലെയാണ് എനിക്ക് ഇതിനും കാണുന്നത്. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് പ്രശ്നമില്ല എന്ന് പറയാൻ പറ്റില്ല. പറ്റില്ല. അത് തന്നെയാണ് അവരോട് പറയാനുള്ളത്. ഓക്കെ. പിന്നെ ഞാൻ നിൽക്കുന്ന ഒരിടത്ത് എന്ത് പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തി അതിനനുസരിച്ച് നിൽക്കാനുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കൂടി ഈ പറഞ്ഞ ആളുകൾ കാണിക്കണം. അതെ അതെ അതെ. ഇപ്പം അത് മാത്രമല്ല, ഇപ്പം പല സോഷ്യൽ ഇഷ്യൂസിനെയും അഡ്രസ്സ് ചെയ്യുന്ന രീതി, ഇപ്പോൾ ഉദാഹരണത്തിന് അതായത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുമ്പോൾ പല സീനിയർ സംവിധായകർ ഉൾപ്പെടെയുള്ളവർ, അതായത് ഇതുപോലുള്ള സിനിമകൾ പണ്ട് ചെയ്തിട്ടുള്ള പല സംവിധായകർ പോലും അതെന്താണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, അങ്ങനെയൊക്കെ ചെയ്താൽ സിനിമ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഈ ഇടയ്ക്കൊരു നടനും സീനിയർ നടനും അതിനെപ്പറ്റി ഒരു അഭിപ്രായങ്ങൾ പറയുന്നതായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അപ്പോൾ ഈ ഇഷ്യൂസ് എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ അവർ മനസ്സിലാക്കാതെ ഇരിക്കുന്നതാണോ അതോ അങ്ങനെ അഭിനയിക്കുന്നതാണോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. കാരണം ഈ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ ടൊവിനോ അതൊരു പ്രസ് മീറ്റിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, എന്താണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ളത്. അതായത് സിനിമയിൽ എങ്ങനെയാണ് ഈ പറയുന്ന കാര്യത്തെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അതായത് ഒരു കഥാപാത്രം മോശമായിട്ട് അഭിനയിക്കേണ്ട ആളാണ്, അല്ലെങ്കിൽ മോശമായിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ അഭിനയിക്കേണ്ടി വരും. പക്ഷെ അതിനെ ഗ്ലോറിഫൈ ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന ഇഷ്യൂ വരുന്നത്. അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്ന തെറ്റാണെന്ന രീതിയിൽ വേണം നമ്മളിതിനെ കാണിക്കാൻ. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഇത് മനസ്സിലാക്കാതെയാണ് ഈ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകൾ പോലും ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് വളരെ മോശമായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഇതുപോലുള്ള പല സോഷ്യൽ ഇഷ്യൂസിനെയും കൃത്യമായ രീതിയിൽ ഇവർ മനസ്സിലാക്കാതെ പല അഭിപ്രായങ്ങളും പല സ്റ്റേജസിൽ ഇവർ പറയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ണി മുകുന്ദൻ റിസർവേഷനെ പറ്റി പറഞ്ഞൊരു ഡയലോഗുണ്ട്. അതായത് അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിസർവേഷൻ മതി, കാസ്റ്റ് ബേസ്ഡുള്ള റിസർവേഷൻ വേണ്ട എന്നുള്ള രീതിയിലുള്ളൊരു കമൻറ്റ് കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കണ്ടിരുന്നു. കാരണം ഈ ഇപ്പോൾ റിസർവേഷൻ എന്താണെന്നതിനെ പറ്റി അദ്ദേഹത്തിന് ധാരണയില്ലാത്തതാണ് മെയിൻ പ്രശ്നം. അതായത് റിസർവേഷൻ ബേസിക്കലി അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കാസ്റ്റുകളുടെ റെപ്രസെൻറ്റേഷൻ ഉറപ്പാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ പറഞ്ഞ റിസർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇവരെ ദാരിദ്ര്യ നിർമ്മാർജ്ജന ഒരു പദ്ധതിയല്ല റിസർവേഷൻ. അപ്പോൾ ഇവർക്ക് പലർക്കും, പ്രത്യേകിച്ച് എനിക്കൊന്ന് പൊതുസമൂഹത്തിന് തന്നെ ഇത്തരം ഇഷ്യൂസിനെ നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ടൂൾസിനെ പറ്റി വലിയ ധാരണയില്ല. അപ്പോൾ അതുകൊണ്ടാണ് വളരെ ഒരു പൊസിഷനിലിരിക്കുന്ന വ്യക്തികൾ ഇത്തരം എന്നാ പറയുന്നത് വളരെ ബാലിശമായിട്ടുള്ള കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് വർഷം മുമ്പ് ഒരു നടി പറയുന്നുണ്ട്, എന്താണ് ഫെമിനിസം, നമുക്ക് ഇക്വാളിറ്റി
അല്ലേ വേണ്ടതെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഫെമിനിസം എന്ന് തന്നെ പറയുന്നത് തന്നെ ഇക്വാളിറ്റിയാണ്. ക്വാളിറ്റി അവർക്ക് അതിനെപ്പറ്റി ധാരണയില്ല എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി ഇതിനെപ്പറ്റിയുള്ളൊരു ബേസിക് ഒരു നോളജ് ഇവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു എഡ്യൂക്കേഷൻ ലെവലിൽ തന്നെ ഇത്തരം കാര്യങ്ങളെപ്പറ്റി കുട്ടികളെ പഠിപ്പിച്ച് ബോധവാന്മാരാക്കി വേണം നമ്മൾ സിറ്റിസൺ അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറക്കി വിടേണ്ടത്. അതിൻ്റെ ഒരു കുറവ് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, ഇനി മിക്കവാറും ഇനി കുറവ് കൂടാനാണ് സാധ്യത. നമുക്ക് ആശങ്കകൾ പറയാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ച് നമുക്ക് ചില കാഷ്വൽ ഇതിലേക്ക് വരാം. ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണ്? അത് ആക്ച്വലി ബിഗ് ക്വസ്റ്റ്യൻ. ഇഷ്ടപ്പെട്ട സിനിമകൾ എന്ന് പറയുമ്പം പറയാനാണെങ്കിൽ ഒരുപാടുണ്ടാവും. ഓക്കെ, ബട്ട് സ്റ്റിൽ നമ്മൾ എപ്പോഴും മലയാളമാണോ ഉദ്ദേശിച്ചത്? ഏത് ലാംഗ്വേജിൽ? എപ്പോഴും നമ്മളൊന്ന് റീവിസിറ്റ് ചെയ്യാം എന്ന് തോന്നുന്ന സിനിമകൾ പറയുവാണെങ്കിൽ എനിക്ക് ഷൈനിങ് എന്ന് പറഞ്ഞിട്ട് സിനിമയുണ്ട്, കുബ്രിക്, സ്റ്റാൻലി കുബ്രിക്കിൻ്റെ പടം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ്. ആക്ച്വലി ഒരു സൈക്കോ കൈൻഡ് ഓഫ് മൂവിയാണ്, ബട്ട് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ പഴയൊരു സിനിമയുണ്ട് E.T. എക്സ്ട്രാ ടെറസ്ട്രിയൽ, അത് ഇഷ്ടമാണ്. സ്പീൽബർഗിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും ഇഷ്ടമാണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഇൻറ്റർസ്റ്റെല്ലാർ ഇഷ്ടമാണ്. കുബ്രിക്കിൻ്റെ എല്ലാ സിനിമകളും ഇഷ്ടമാണ്. പ്ലസ് ഈ നോളൻ്റെ സിനിമകൾ എനിക്ക് ആദ്യം വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, ബട്ട് ഇൻറ്റർസ്റ്റെല്ലാറൊക്കെ വീണ്ടും വീണ്ടും കാണുമ്പോഴും കൂടുതൽ എന്ന് വെച്ചാൽ ഒരു ഡെയിലി ഇപ്പം ഇന്ന് രാവിലെ കൂടി ഇൻറ്റർസ്റ്റെല്ലാറിനെ പറ്റിയിട്ട് സംസാരിച്ചു. ഓക്കെ, അതായത് നമ്മളിവിടെ വന്നിട്ട് സംസാരിച്ചു, ഞങ്ങളിന്ന് രാവിലെ വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോഴും സംസാരിച്ചു. അപ്പം എൻ്റെ ഹസ്ബൻഡ് റിപ്പീറ്റ്ലി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണിത്. അപ്പം ഇൻറ്റർസ്റ്റെല്ലാർ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു സിനിമയാണ്, ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ പൊതുവേ റിപ്പീറ്റായിട്ട് കാണുന്ന സിനിമകൾ. പിന്നെ ഞാൻ ഈ സിനിമകൾ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടിരിക്കുമ്പോൾ മാത്രം ചെയ്യാൻ പറ്റുന്നൊരു പ്രോസസ്സാണ് സിനിമ കാണുക എന്ന് പറയുന്നത്. അപ്പം പണ്ട് ഒരു ഏജ് വരെ സിനിമ കാണാനുള്ള അവസരങ്ങളുണ്ടായിരുന്നില്ല, ഇപ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്കുമാണ്. അപ്പം കണ്ട സിനിമകളുടെ എണ്ണം ഭയങ്കര കുറവായിട്ട് ഫീൽ ചെയ്ത് ബുദ്ധിമുട്ടുന്നൊരു വ്യക്തിയാണ് ഞാൻ. കാരണം ഇനിയും ഒരുപാട് സിനിമകൾ കാണാനുണ്ട്. പിന്നെ ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ അടുത്ത് കണ്ടതിൽ കുറച്ച് ഒരു അഫ്ഗാൻ സിനിമകളുണ്ടല്ലോ, അങ്ങനത്തെ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും അവരാണ് ശരിക്കും റിയൽ ഫിലിം മേക്കേഴ്സ് എന്ന് തോന്നാറുണ്ട്. ഇപ്പോൾ കുബ്രിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ നോളൻ ആയിക്കോട്ടെ, എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ട് ഒരു സയൻറ്റിഫിക് ഫിക്ഷൻ അല്ലെങ്കിൽ ആ കൈൻഡ് ഓഫ് മൂവീസൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പക്ഷേ നമ്മൾ അഫ്ഗാൻ സൈഡിൽ നിന്ന് വരുന്ന മൂവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ പെയിൻ അത് കാണാൻ പറ്റും നമുക്ക് സിനിമയിൽ. നമ്മളിവിടെ ചില കാര്യങ്ങൾ പറയണം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പറയാൻ ആഗ്രഹിച്ച നമ്മുടെ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അഫ്ഗാൻ മൂവീസിലേക്കൊക്കെ, അതായത് ഏഷ്യൻ മൂവീസിലേക്ക് നോക്കുമ്പം അവരവരുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ആ സൊസൈറ്റീനെയാണ് മൂവിയിൽ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ സിനിമകളും ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഈ മുമ്പ് പറഞ്ഞ പോലെ ക്രിസ്റ്റഫർ നോളൻ അല്ലെങ്കിൽ സ്റ്റാൻലി കുബ്രിക്ക് എനിക്കിഷ്ടപ്പെട്ട ഡയറക്ടേഴ്സാണ്. കുബ്രിക്കിൻ്റെ അധികം ഞാൻ സിനിമ കണ്ടിട്ടില്ല. ഞാൻ സ്പേസ് ഒഡീസി എന്ന് പറഞ്ഞ സിനിമ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം അതിലേക്ക് കാണാനുള്ള ഒരു എന്ന് പറയുന്നത് ഈ പറഞ്ഞ ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമകളാണ്. അപ്പം ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമയിൽ ഇങ്ങനെ കണ്ട് വന്ന സമയത്താണ് ഇൻറ്റർസ്റ്റെല്ലർ കാണുന്നത്. ഇൻറ്റർസ്റ്റെല്ലർ കണ്ട് ഇങ്ങനെ നമ്മുടെ കിളി പോയിരിക്കുന്ന സമയത്ത് ഈ ഇൻ്റർവ്യൂസൊക്കെ കാണുകയും, അപ്പോൾ അദ്ദേഹത്തിനെ വളരെ ഇൻസ്പയർ ചെയ്തിട്ട് ഒരു മൂവിയായിരുന്നു കുബ്രിക്കിൻ്റെ ഈ സ്പേസ് ഒഡീസി 2000 അങ്ങനെയാണ് അതിൻ്റെ മൂവിയുടെ പേര്. അപ്പോൾ ഞാനത് പോയി കണ്ടപ്പോഴത്തേക്കും അത് വേറൊരു ഫീലാണ്. അതായത് 1960s ആ മൂവി ഇറങ്ങുന്നത്. അപ്പോൾ ഇന്ന് ഇറങ്ങുന്ന ഈ പറയുന്ന ഈ ജോണറിൽപ്പെട്ടുള്ള മൂവീസിൻ്റെ ഏതാണ്ട് അതേ ക്വാളിറ്റിയിലാണെന്ന് എടുത്തേക്കുന്നത്. അത് മാത്രമല്ല, ഫിലോസഫിയും സയൻസ് വിഷനും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അതിന് കുറച്ച് മനസ്സിലാക്കി ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായി ഇൻറ്റർസ്റ്റെല്ലർ അതിൽ നിന്ന് നന്നായിട്ട് ഇൻസ്പയർ ആയിട്ടുണ്ടെന്നുള്ളത് നമുക്കത് മനസ്സിലാവും പല സ്റ്റേജസിൽ. അപ്പോൾ അതെനിക്ക് ഒരു ഓപ്പണിംഗ് ആയിരുന്നു കുബ്രിക്കിലേക്ക്. പിന്നെ ഞാൻ മറ്റേ സിനിമ കണ്ടില്ലെങ്കിൽ പോലും അദ്ദേഹം വേറൊരു ലെവൽ ഡയറക്ടറാണെന്ന് എനിക്കത് മനസ്സിലായി. ആ സിനിമ വേറൊരു രസം എന്ന് വെച്ചാൽ കുബ്രിക്കിൻ്റെ എല്ലാ സിനിമകളും ഡിഫറെൻ്റ് ആണ്. ഇപ്പം നോളൻ്റെ സിനിമ നമുക്ക് എന്തോ എവിടേക്കോ ഒരു നോളൻ്റെ സിനിമയെന്ന് പറയാൻ പറ്റും. തീർച്ചയായിട്ടും ഇത് കുബ്രിക്കിൻ്റെ സിനിമ നമുക്ക് ഒരിക്കലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. സ്പേസ് ഒഡീസി ചെയ്ത ആളാണ് ഷൈനിങ് ചെയ്തിരിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏത്
ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഹൊറർ മൂവി എടുത്താലും ഷൈനിങ്ങിൻ്റെ ഒരു സാധനം അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഓക്കെ ഓക്കെ അതുപോലെ ഇനി വരാൻ പോകുന്ന ഫിലിം മേക്കേഴ്സിനും റെഫറൻസ് ആവാൻ സാധ്യതയുള്ള മൂവീസാണ് എല്ലാം തന്നെ. ഷൈനിങ് ഹൊറർ ഇതാണ്. ഹൊററാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ അഫ്ഗാനിൽ നിന്ന് അങ്ങോട്ട് പോയെന്ന് വെച്ചാൽ എനിക്കത് പറയണമെന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഇൻഡസ്ട്രിയൽ ഫാൻസും സ്പേസ് ഒഡീസി കാണുന്നത് നല്ലതാണ്. അതെ അതെ. ഞാൻ കഴിഞ്ഞ ഞങ്ങൾ മുമ്പ് സംസാരിച്ചത് എന്ന് പറയുന്നത് കഴിഞ്ഞ നമ്മുടെ പോഡ്കാസ്റ്റിൽ വന്ന ഗസ്റ്റും ഇൻഡസ്ട്രിയലിനെ പറ്റി സംസാരിച്ചത്. അതാണ് ഞങ്ങൾ ആ ഒരു ടോപ്പിക് സംസാരിച്ചതെന്ന് മുമ്പ് പറഞ്ഞത്. അപ്പം ഞാൻ മറ്റ് ഏഷ്യൻ മൂവീസ് ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ കേരളത്തിൽ വളരെയധികം എന്താ പറയുന്നത് ആഘോഷിക്കപ്പെടുന്ന ഒരു സംവിധായകനാണ് നമ്മുടെ കിം കി ഡുക്ക്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കൊറിയൻ മൂവീസൊക്കെ ഈ ഇടയ്ക്ക് ഇപ്പം എനിക്ക് കൊറിയൻ കൊറിയയിലെ എല്ലാ കാര്യങ്ങളെ പറ്റിയും ഇപ്പോൾ ഒരു പ്രത്യേക ഒരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കെ പോപ്പ്, അവരുടെ ബ്യൂട്ടി പ്രോഡക്ട്സ്, മ്യൂസിക്, ഈ പറഞ്ഞ പോലെ കെ പോപ്പ് മ്യൂസിക്, മൂവീസ് ഒരു പ്രത്യേക ഒരു ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് മുമ്പ് തന്നെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു IFFI പോലുള്ള ഫിലിം ഫെസ്റ്റിവലിലൊക്കെ IFFK പോലുള്ള ഫിലിം ഫെസ്റ്റിവൽസിലൊക്കെ ഇത്തരം മൂവീസൊക്കെ കാണുന്ന ഒരു ശീലം മലയാളികൾക്ക് പണ്ടുതൊട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ഈ കൊറിയൻ മൂവീസ് അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജിലുള്ള മൂവീസൊക്കെ കണ്ട് അങ്ങനെ ശീലത്തിലേക്ക് വന്നത്. കൊറിയൻ മൂവീസിനെ പറ്റിയൊക്കെ എന്താണ് അഭിപ്രായം? ഞാൻ കൊറിയൻ മൂവീസിനെ പറ്റി ഇപ്പോൾ കിം കി ഡുക്കിനെ പറ്റി പറയുവാണെങ്കിൽ ഐ എം നോട്ട് എ കിം കി ഡുക്ക് ഫാൻ ഫസ്റ്റ് ഓഫ് ഓൾ. അത് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് അത്രയും വയലൻസ് എനിക്ക് താങ്ങാൻ പറ്റില്ല. വയലൻസ് ഒക്കെ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്, ബട്ട് സ്റ്റിൽ അത്രയും വയലൻസിലേക്ക് പോകാൻ പറ്റില്ല. ബട്ട് കൊറിയയിൽ നിന്ന് വരുന്ന ഇപ്പം ഐ തിങ്ക് ഓസ്കാർ വിന്നിങ് മൂവി ഉണ്ടായിരുന്നു പാരസൈറ്റ്, അങ്ങനത്തെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മൂവീസ് ഉണ്ട്. അപ്പം കിം കി ഡുക്ക് പറഞ്ഞിരുന്നത് എനിക്ക് തോന്നുന്നു വളരെ വളരെ പേഴ്സണൽ ചോയ്സുകളായിരുന്നു കിം കി ഡുക്കിൻ്റെ സിനിമയെന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം എനിക്കറിയില്ല അതെങ്ങനെയാണ് ഒരു സിനിമ എന്ന മീഡിയത്തിന് ഒരു സൊസൈറ്റൽ ടൂളായിട്ട് ഉപയോഗിച്ചിരിക്കണമെന്ന് എനിക്ക് പിടികിട്ടിയിട്ടില്ല. എനിക്ക് അത്രയും നോളജ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു കിം കി ഡുക്കിൻ്റെ സിനിമ കാണാൻ വേണ്ടി IFFKയിൽ നീണ്ട ക്യൂകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് മേ ബി ഈ ഒരു ജനറേഷൻ്റെ പ്രശ്നവും ആവാം. ബട്ട് അതിനുശേഷം ഈ ഒരു കാലഘട്ടത്തിൽ വരുന്ന കൊറിയൻ മൂവീസ് പാരസൈറ്റ് ആയിക്കോട്ടെ, എനിക്ക് അത് കഴിഞ്ഞ ഒരു മൂവി വന്നിട്ടുണ്ട് കൊറിയയിൽ നിന്ന് തന്നെ, അതൊക്കെ ഞാൻ വളരെ എൻജോയ് ചെയ്തു. മീൻസ് നമ്മുടെ ഒരു റെഫറൻസ് ആയിട്ട് മാറ്റി വെക്കുന്ന മൂവീസാണ് ആക്ച്വലി ഉള്ളത്. ഓക്കെ. അപ്പം മലയാള സിനിമയിൽ ഇഷ്ടപ്പെട്ട സിനിമകൾ? മലയാള സിനിമയിൽ പറയുകയാണെങ്കിൽ കുമ്പളങ്ങി നൈറ്റ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. അതിനുശേഷം മലയാള സിനിമയിലെ ഒന്നും ഓർമ്മ കിട്ടുന്നില്ലല്ലോ. അതായത് പഴയ സിനിമകൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ അടൂർ, അരവിന്ദൻ, പത്മരാജൻ, ആ ടൈപ്പ് ആ മൂവീസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനിങ്ങനെ എന്താ പറയുക, അതിഭീകരമായ റെഫറൻസുകളായിട്ട് മാറ്റി വെക്കുന്ന മൂവീസൊന്നും എൻ്റെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ മനസ്സിൽ തോന്നുന്നില്ല. ഇപ്പം ഈ അടുത്ത് പറയുകയാണെങ്കിൽ കുമ്പളങ്ങി നൈറ്റ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. അതുപോലെ ഇപ്പം പറയാതെ വയ്യ, ഇപ്പം ബ്ലസി സാറിൻ്റെ ഒരു ആടുജീവിതം വരെയുള്ള മൂവികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇൻക്ലൂഡിങ് ആടുജീവിതം? നോട്ട് ഇൻക്ലൂഡിങ്, അതിന് മുമ്പ് വരെയുള്ള ആടുജീവിതം ഒന്ന് നമ്മൾ ആ നോവൽ വായിച്ചിട്ടുണ്ട്, പിന്നെ ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ വന്നതാണ്. ബട്ട് എനിക്കതങ്ങ് പൂർണ്ണമായും എനിക്ക് ദഹിച്ചില്ല മൂവി. എസ്പെഷ്യലി ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് മേ ബി എല്ലാവർക്കും അങ്ങനെ തോന്നത്തില്ലായിരിക്കാം. എനിക്ക് പല സ്ഥലത്തും ആക്ടേഴ്സിൻ്റെ കൈവിട്ടു പോയ പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് ബ്ലസ്സി പോലൊരു ഡയറക്ടർ അങ്ങനെ വിടില്ല എന്നുള്ളൊരു ഇത് ഉള്ളത് കൊണ്ട് മേ ബി നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിൻ്റെ പ്രശ്നമാവാമെന്ന് കരുതി ഞാൻ സമാധാനിക്കുകയാണ്. പിന്നെ ഇഷ്ടപ്പെട്ട മൂവീസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു മൂവിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു കഴുകനൊക്കെ വന്നിരിക്കുന്നൊരു മൂവി ഉണ്ടല്ലോ, താഴ്വാരം എന്നാണോ? താഴ്വാരമായിരിക്കും. മോഹൻലാലാണോ? ആ, മോഹൻലാൽ, താഴ്വാരം. അങ്ങനെ ആ ഒരു കൈൻഡ് ഓഫ് മൂവി ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുറച്ചും കൂടി ആൾക്കാർക്ക് മീൻസ് ഇത്തിരി വയലൻസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ആൾക്കാരുടെ ഒരു മനസ്സിന് അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മൂവീസാണ്. അപ്പോൾ സത്യത്തിൽ ഞാൻ മലയാള സിനിമ അധികം അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോയിട്ടില്ല.
ഈ ന്യൂ അതായത് ഇപ്പം ഇത് പറഞ്ഞല്ലോ, കുമ്പളങ്ങി നൈറ്റ്സ് പറഞ്ഞല്ലോ. അപ്പം ഈ പുതുതലമുറയിൽ വരുന്ന ആളുകളുടെ സിനിമകൾ ഇപ്പോൾ കാണാറുണ്ട്. അതായത് പ്രത്യേകിച്ചും ശ്യാം പുഷ്കരൻ അല്ലെങ്കിൽ ആഷിഖ് കപൂർ, ആ ഒരു റേഞ്ചിലുള്ള അവരുടെ സിനിമകളെ പറ്റി എന്താണ് അഭിപ്രായം? ഇവരുടെ ഓൾമോസ്റ്റ് നമ്മൾ മാക്സിമം കാണാൻ പറ്റുന്ന മൂവീസ് എല്ലാം കാണുന്ന ഒരാളാണ്. ബട്ട് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടിയൊക്കെ ഏഹ്, ഒരു സോഷ്യലി റെലവൻ്റായ സബ്ജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ബേസിക്കലി സിനിമ ഒരു ബിസിനസ്സാണിപ്പോൾ. അപ്പം പലരും ആ ബിസിനസ് പാർട്ടിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ഇപ്പം ആഷിഖ് കപൂർ ആണെങ്കിൽ പോലും ഇപ്പം ലാസ്റ്റ് ചെയ്തത് നീലവെളിച്ചമാണ്. അതൊരു റീമേക്ക് ആയിരുന്നു. സാൾട്ട് ആൻഡ് പെപ്പർ പോലൊരു എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു മൂവിയാണ് സാൾട്ട് ആൻഡ് പെപ്പർ. ഓക്കെ. അപ്പം ശരിക്കും അതിനുശേഷം വന്ന 22 ഫീമെയിൽ കോട്ടയം. അപ്പം ഇങ്ങനെ ഒരു മൂവീസ് ചെയ്ത ആൾ ആക്ച്വലി ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം അപ്രത്യക്ഷനാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എവിടെയോ സ്റ്റക്കായി നിൽക്കുന്ന പോലെ. പിന്നെ ഈ ശരിക്കും ഇപ്പോൾ ഒരു ക്രിയേറ്ററിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആക്ച്വലി. ആഷിഖ് കപൂർ എനിക്ക് തോന്നുന്നു ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങളൊക്കെ ആഷിഖ് കപൂർ ഫേസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലെവൽ വ്യത്യാസമുണ്ടെന്ന് മാത്രമാണ്. അപ്പം അതുകൊണ്ടായിരിക്കാം ആ ഒരു കൈൻഡ് ഓഫ് മൂവീസ് ഉണ്ടായി വരാത്തെന്ന് തോന്നുന്നു. അതെ, എനിക്ക് ഇവരുടെ ടീമിൽ വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ് മായാനദി. ഈ പറഞ്ഞ കുമ്പളങ്ങി, ഓക്കെ, കുമ്പളങ്ങി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്തോ മായാനദി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത മൂവിയാണ്. ഞാൻ മലയാള സിനിമ അല്ലെങ്കിൽ പൊതുവെ സിനിമ തന്നെ കാണുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതൊക്കെ തന്നെയാണ് അത് ചെയ്തേക്കുന്നത് എങ്കിൽ പോലും പല സ്ഥലങ്ങളിലല്ല, പല ഏരിയാസിലൊക്കെ എന്തൊക്കെയോ ബ്രില്യൻസ് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. എനിക്കത് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അത് ആ ഒരു എക്സ്പീരിയൻസ്, അത് സ്റ്റാർട്ട് തൊട്ട് ക്ലൈമാക്സ് തീരുന്നവരെ, ലാസ്റ്റ് തീരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് അതൊരു വേറെ, അതുവരെ എനിക്കത് ആ ഫീൽ വന്നിട്ടില്ല, ആ ഒരു സിനിമ തന്നൊരു ഫീൽ. അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് ശേഷം എനിക്ക് ഫുൾ ആഷിഖ് കപൂറിൻ്റെ ഒരു മേക്കിങ്ങിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പ്രത്യേകിച്ചും ശ്യാം പുഷ്കറിൻ്റെ തന്നെയായിരുന്നു തോന്നുന്നു എൻ്റെ സ്ക്രിപ്റ്റ്. ശ്യാം പുഷ്കറിൻ്റെ സ്ക്രിപ്റ്റ് അന്യ സ്ക്രിപ്റ്റാണ്, അത് പറഞ്ഞാൽ വയ്യ. പക്ഷേ ഈ മേക്കിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ ഒരു ആഷിഖ് കപൂറിനെയാണ് മിസ് ചെയ്യുന്നത് ഇപ്പം പറഞ്ഞ പോലെ. അതിനുശേഷം വന്ന നീലവെളിച്ചത്തിന് മുമ്പ് ഒരു സിനിമയോട് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ മറന്നുപോയി. വൈറസ് എൻ്റെ ഇടയ്ക്കൊരു ഹലാൽ എന്തോ ഒരു ഓക്കെ. എനിവേസ് നീലവെളിച്ചം ചെയ്തു, ഓക്കെ, ഇനി നല്ലൊരു മൂവി ചെയ്യട്ടെ എന്ന് നമുക്ക്. നല്ലൊരു മൂവിയല്ല, ഒരുപാട് മൂവികൾ ഒരുപാട് മൂവീസ് വരട്ടെ. കാരണം ഇദ്ദേഹം ആക്ച്വലി മലയാളത്തിൽ ആഷിഖ് കപൂർ ഒരാളല്ല, ഒരു ടീം ശരിക്കും മലയാള സിനിമയ്ക്ക് വേറൊരു ബിസിനസ് സാധ്യത അല്ലെങ്കിൽ മലയാള സിനിമയുടെ വേറൊരു ജോഗ്രഫിക്കൽ ഏരിയ ഉയർത്തിക്കൊണ്ടുവന്നതാണ്. ഇപ്പോൾ എറണാകുളം പോലൊരു ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങിക്കിടന്ന സിനിമേനെ പടർന്ന് പന്തലിക്കാൻ സഹായിച്ചിട്ടുള്ള ഡയറക്ടേഴ്സിൽ ഒരാളാണ്. തീർച്ചയായിട്ടും. അതായത് വളരെ മോണോട്ടോണസ് ആയിട്ട് അതായത് ഒരു ഇല്ലം അല്ലെങ്കിൽ ഒരു തറവാട്, അങ്ങനത്തെ ഒരു ബേസിൽ കിടന്ന മലയാള സിനിമ അവിടെ നിന്ന് മോചിപ്പിച്ച് കുറച്ചുകൂടെ സാധാരണ ആളുകളുടെ സ്റ്റോറീസ് പറയാൻ ശ്രമിച്ച ഒരു ടീമിലുള്ള ഒരാളാണ്. ഓക്കെ. അത് മുമ്പ് പറഞ്ഞല്ലോ, അതായത് സാധാരണ ആളുകളുടെ സ്റ്റോറീസ് അത് പറയുമ്പോൾ ഉണ്ടാകുന്ന ബിസിനസ്സിൻ്റെ ഇഷ്യൂസ്. അപ്പം ഇതേ കാര്യം തന്നെയാണല്ലോ തമിഴ്നാട്ടിൽ സംഭവിക്കുന്നത്. ഇപ്പം വെട്രിമാരൻ, പാരഞ്ജിത്ത്, മാരി സെൽവരാജ് പോലുള്ള ആളുകൾ, പ്രത്യേകിച്ച് പാരഞ്ജിത്തും മാരി സെൽവരാജ് അംബേദ്കർ റൈറ്റ്സ് ആണ്. അപ്പം അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ കൂടി ഉൾപ്പെടുന്ന സിനിമകൾ അങ്ങനത്തെയുള്ള ആളുകളെ നായകന്മാരാക്കുന്നു. അവർ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഈ പറയുന്ന ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുന്നു. ഒരു മെയിൻ സ്ട്രീം നായകൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ അവരും ചെയ്യുന്നുമുണ്ട്. അവിടെ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട് ഒരു പരിധി വരെ. അവർക്ക് നെഗറ്റീവ്സും വരുന്നുണ്ട്, തീർച്ചയായിട്ടും അത് നമ്മൾ കാണുന്നുണ്ട്. എങ്കിൽ പോലും അവർ അതിനെ ബ്രേക്ക് ചെയ്ത് പുറത്ത് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് മലയാളത്തിൽ അത് സാധിക്കാത്തത്? മലയാളത്തിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം എൻ്റെ ഒരു കാര്യം തന്നെ പറയുവാണെങ്കിലും റിട്ടർ സ്കെയിലിന് ശേഷം ഒരു വലിയ ബഡ്ജറ്റിലെ ഒരു കൊമേഴ്ഷ്യൽ ഒരു ബിസിനസ് സിനിമ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹിച്ചത്. ബട്ട് സ്റ്റിൽ ഞാൻ ആഗ്രഹിക്കുന്ന കണ്ടൻറ്റുകൾ ആ സിനിമയിൽ വരും വേണം. ബട്ട് എനിക്കിന്ന് വരെ ഒരു ആക്ടറെ പോലും കറക്റ്റായിട്ട് ലോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അതായത് ആക്സെപ്റ്റൻസ് ഭയങ്കര കുറവാണ്. അതായത് ഒരു പുതിയ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഇതുവരെ പറയാത്ത കണ്ടൻറ്റുകളുടെ ആക്സെപ്റ്റൻസ് ഭയങ്കര കുറവാണ്. തമിഴ്നാട്ടിൽ ആ പ്രശ്നമില്ല, ഫസ്റ്റ് ഓഫ് ഓൾ ആ പ്രശ്നമില്ല. ബട്ട് സ്റ്റിൽ ഈ
പാരഞ്ജിത്തിനായിക്കോട്ടെ മാരി സെൽവരാജനായിക്കോട്ടെ ഇങ്ങനത്തെ സ്ട്രോങ് മെയിൽ ക്യാരക്ടേഴ്സിനെയാണ് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ ഇപ്പോഴും. അതെ, അതൊരു അവർ നേരിടുന്ന ഒരു വിമർശനമാണ്. ബട്ട് അവർക്ക് ഇപ്പോൾ അത് കൊണ്ടുവരാനുള്ള പവറുണ്ട്, ബട്ട് അവരത് ചെയ്യുന്നില്ല. ഇനി വരാൻ പോകുന്ന സിനിമയിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവാം, ബട്ട് സ്റ്റിൽ അതൊരു ഫാക്റ്റാണ്. പക്ഷെ അവരുടെ സിനിമകളിൽ അവർ വിമൻ റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നുണ്ട്, വളരെ ചെറുതാണെങ്കിൽ പോലും. ഇപ്പം ഉണ്ട്. സാർപ്പെട്ട പരമ്പരയിലൊക്കെ ആണെങ്കിലും ഈ പറയുന്ന നായകൻ്റെ വൈഫിനെ വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. കബാലിയുടെ ഭാര്യയും വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ കാലയ്ക്കകത്തെ നായകൻ്റെ വൈഫും വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ശരിയാണ്, അവർ മെയിൻ ലീഡിങ് ലേഡി ആയിട്ട് നിൽക്കുന്നില്ല, പക്ഷെ ഇവരുടെ മെയിൻ ലീഡിങ് ലേഡി എന്ന രീതിയിൽ വരുന്നവരൊക്കെ വളരെ ഒരു സവർണ ഒരു ബാക്ക്ഗ്രൗണ്ട്സിലുള്ള ആൾക്കാരാണ്. അത് കറക്റ്റാണ്. പക്ഷേ അവർ ശ്രമിക്കുന്നുണ്ട്. ഇനി എന്താണ് ഇഷ്യൂസ് നമുക്ക് അത് മാറി വരും എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഈ സ്പേസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം. ഇപ്പം ഞാനൊക്കെ ആ ഒരു സ്പേസ് ഉണ്ടാക്കാൻ എന്നുള്ളൊരു പാത്തിലാണ്. അവർ ആ സ്പേസ് ഉണ്ടാക്കിയവരാണ്. ഇനിയിപ്പോൾ അവർക്ക് ആ സ്പേസിൽ നിന്നിട്ട് പലതും ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവരുടെ കയ്യിൽ ഒരു പവറുണ്ട്. പാരഞ്ജിത്തിൻ്റെ സിനിമയെന്ന് പറഞ്ഞാൽ കാണാൻ ആൾക്കാരുണ്ട്, മാരി സെൽവരാജിൻ്റെ സിനിമയെന്ന് പറഞ്ഞാൽ കാണാൻ ആൾക്കാരുണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻ വിട്ടുപോയി. അതായത് മലയാളത്തിൽ എന്തുകൊണ്ട് അങ്ങനത്തെ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ആക്സെപ്റ്റൻസ് തന്നെയാണ് ബേസിക് പ്രശ്നം. രണ്ടാമത്തെ കാര്യം ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവണമെന്നില്ല. ഈ പറഞ്ഞ ബിസിനസ് സാധ്യതകൾ മാത്രമാണ് ആൾക്കാർ നോക്കുന്നത്. ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കഥ, ഇപ്പം അതൊരു ദളിത് പശ്ചാത്തലമുള്ള കഥയായിക്കോട്ടെ, ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. ഇത് ആര് ചെയ്യുന്നു എന്നുള്ളതൊരു വിഷയമാണ്. ബേസിക്കലി കണ്ടൻറ് ക്രിയേറ്റേഴ്സും ആ കണ്ടൻറ്റിനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മണി പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരും ഈ ഒരു ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ മാത്രമാണ് അങ്ങനത്തെ കഥകളുണ്ടാകത്തുള്ളൂ. അതെ. അപ്പം അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ നിൽക്കും. ഇപ്പം പാരഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് വന്ന് അയാൾക്കൊരു ഫിനാൻസ് കിട്ടിയത് കൊണ്ടും ആണ് ആ സിനിമ ഉണ്ടായത്. അപ്പം നമ്മളിങ്ങനെ ഒരു കഥ പറയുമ്പോൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പം ഞാൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു റിട്ടയർമെൻറ്റിന് ശേഷം നമ്മളൊരു കഥയുമായിട്ട് മുന്നോട്ട് പോയതൊരു ആദിവാസി യുവതിയുടെ കഥയാണ്. ഞാനത് ആദ്യമേ തന്നെ 1-2 ആൾക്കാരെടുത്ത് പറഞ്ഞപ്പോൾ തന്നെ ഇതുകൊണ്ടാണെങ്കിൽ ജീവ അധികം മുന്നോട്ട് പോകണ്ട, വെറുതെ ഇതിനെ സമയം കളയുന്നത്, ഇതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ, അഭിനയിക്കാനല്ല അപ്പോൾ പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ കിട്ടൂല. അപ്പം അത് ഭയങ്കര പ്രജുഡീസിനാണ് ആക്ച്വലി. പിന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് കഥ പറയാൻ ശ്രമിക്കുന്ന എത്ര റൈറ്റേഴ്സ് ഉണ്ട്, അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി എത്ര ആളുകളുണ്ടെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് സ്റ്റിൽ ഇങ്ങനത്തെ ഒരു സാധ്യത ഇപ്പോഴും ഉണ്ട്. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന പല സിനിമകളിലും കുറച്ചുകൂടി റിയാലിറ്റിയെ കാണിക്കുന്ന, പൊതുസമൂഹത്തെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുന്ന സിനിമകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അധികം താമസിക്കാതെ തന്നെ ഇവിടെ മാറാം. തീർച്ചയായിട്ടും. കാരണം കമ്മട്ടിപ്പാടം പോലൊരു സിനിമ വന്നപ്പോഴേ, രാജീവ് രവി കമ്മട്ടിപ്പാടം ഇറക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ദളിത് കമ്മ്യൂണിറ്റിയിലെ ആളുകളെ അത്രയും വിസിബിളായിട്ട് കാണിച്ച്, അല്ലെങ്കിൽ അവരുടെ ഒരു ആവാസ വ്യവസ്ഥകൾ, അവരുടെ ഒരു കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസിനെയൊക്കെ എന്നാൽ സിനിമാറ്റിക് ആയിട്ട് തന്നെ, എനിക്കൊന്നും അതിന് മുമ്പ് എനിക്കറിയില്ല, എൻ്റെ അറിവിൻ്റെ പരിമിതി ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ഞാൻ കാണുന്നത് അങ്ങനെ ഒരു മൂവി ആയിരുന്നു. പക്ഷെ അതിൻ്റേതായ അക്സെപ്റ്റൻസ് കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിലപ്പോൾ ദുൽഖർ സൽമാൻ ഉള്ളത് കൊണ്ടും അല്ലെങ്കിൽ മറ്റ് ചില കാരണങ്ങളൊക്കെ കൊണ്ടായിരിക്കാം. അപ്പം ഞാൻ പ്രതീക്ഷിച്ചത് ആ സിനിമയ്ക്ക് കിട്ടിയ അക്സെപ്റ്റൻസ് ചിലപ്പം മറ്റ് ഇനിയും അതുപോലുള്ള സിനിമകൾ ഇറങ്ങാനായിട്ടുള്ളൊരു ഒരു പാത്ത് അല്ലെങ്കിൽ ഒരു വേ ഉണ്ടാക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതിനുശേഷം അങ്ങനെയൊന്നും വന്നില്ല. ഇവൻ രാജീവ് രവിക്ക് പോലും അങ്ങനെയുള്ളൊരു മൂവി ഇനി ഇറക്കാൻ പറ്റിയില്ല. പിന്നെ പുള്ളി ഇറക്കാൻ ശ്രമിച്ച മൂവി പോലും ഇറങ്ങാൻ പറ്റാതെ അവസ്ഥ പുള്ളി ഫേസ് ചെയ്യേണ്ടി വന്നെന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം കുറേയൊക്കെ പിന്നെയും ചിലരൊക്കെ ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഒന്നും അങ്ങോട്ട്, ഇപ്പം ജിതിൻ എന്ന് പറയുന്നൊരാൾ, ജിതിൻ എന്ന് പറഞ്ഞൊരു ആൾ ഡയറക്റ്റ് ചെയ്തൊരു മൂവി ഉണ്ടായിരുന്നു. OTT-ലാണ് അത് ഇറങ്ങിയത്, മറന്നുപോയി. അതായത് ഞാൻ കഥ പറയാം. പ്രൊട്ടാഗനിസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അദ്ദേഹം കുറേ അയാളുടെ സുഹൃത്തുക്കളോട് കൂടി ഇരുന്ന ഒരു റൂമിനകത്തിരുന്ന് അവർ സംസാരിക്കുകയും അദ്ദേഹം എഴുതി അവസാനം ഇയാളുടെ കൂട്ടുകാർ ഇയാളെ ഭയങ്കരമായിട്ട് ബോഡി ഷേമിങ് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കളിയാക്കലുകൾ ഡെയിലി ഇയാൾ നേരിടുന്നതാണ്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം അയാൾ റിയാക്ട് ചെയ്യുകയും ഇവരെ ഫിസിക്കലി ആക്രമിക്കുകയും ചെയ്യുന്നു. അതൊരു ടെറസിന് മുകളിൽ രാത്രിയിൽ. എന്നിട്ട് ഇവർ
കൊല്ലുന്നു, അതിലൊരാൾ മരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു സംഘർഷം ഉണ്ടായിട്ട് ലാസ്റ്റാണ് അത് അറിയുന്നത് അതൊരു പുള്ളിയുടെ ഒരു സ്ക്രിപ്റ്റാണെന്നുള്ള രീതിയിൽ. ഓക്കെ. അങ്ങനെ ഒരു മൂവി ഇറങ്ങിയിരുന്നു. ജിതിൻ എന്നാണ് അതിൻ്റെ ഡയറക്ടറുടെ പേര്, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ശരി. അപ്പം അങ്ങനെ മൂവി വന്നിരുന്നു. പക്ഷെ അതൊന്നും ഈ പറഞ്ഞ പോലെ അധികം ആളുകളൊന്നും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം ഈ ഒരു അക്സെപ്റ്റൻസിൻ്റെ ഇഷ്യൂ ശരിയാണ്, കറക്റ്റായിട്ട്. ഇതിലുണ്ടല്ലോ, ഇതിൽ വേറൊരു ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമാക്കാരിലുള്ള അല്ലെങ്കിൽ സിനിമക്കാർ ഇൻ ദ സെൻസ് സിനിമയിൽ അഭിനയിക്കുന്നവർ, ടെക്നീഷ്യൻസ്, പ്രൊഡ്യൂസേഴ്സ്, ഇവരിലുള്ള ഒരു അക്സെപ്റ്റൻസ് മാത്രമല്ല, ആളുകൾക്കുള്ള ഒരു അക്സെപ്റ്റൻസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം എൻ്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് അത്യാവശ്യം സോഷ്യൽ മീഡിയ സർക്കിളിലെല്ലാം വന്നിരുന്ന ഒരു ഡയലോഗ് ഒരു ദളിത് ഡയറക്ടറുടെ ഒരു സിനിമ എന്നുള്ള ഒരു ക്യാപ്ഷനും ഇതിനുണ്ടായിരുന്നു. ഇവിടെ എത്ര ദളിത്സ് ഈ സിനിമ കണ്ടിട്ടുണ്ട്? അതെ. അപ്പം നമ്മൾ കാണുമ്പോൾ നിങ്ങൾ സിനിമ ചെയ്യണം, സിനിമ ചെയ്യുമ്പോൾ ഇന്ന ആൾക്കാരുടെ കഥയൊക്കെ ഉൾപ്പെടുത്തണം എന്നൊക്കെ ഞാൻ ഏത് കല്യാണത്തിന് പോയാലും ഏത് മരിച്ചടക്കിന് പോയാലും കേൾക്കുന്ന ഡയലോഗുകളാണ് ഇതൊക്കെ. നമ്മുടെ സിനിമ ചെയ്യണം ഇങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ ചെയ്ത സിനിമ കാണാൻ പോലും ഇവിടെ ആൾക്കാരില്ല. എന്നാൽ പിന്നെ ഓരോ കാഴ്ചക്കാരും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ ആൾക്കാരുടെ ഇടയിലും ഈ അക്സെപ്റ്റൻസിൻ്റെ പ്രശ്നമുണ്ട്. എല്ലാവരും ഈ പറയുന്ന എന്താ പറയുക, മറ്റേ ഇതുണ്ടല്ലോ, പറയുന്നത് ശരിയാണോ എന്ന് അറിയത്തില്ല, ഈ വെളുപ്പ് കളർ ഇതാണ് നല്ലതാണെന്ന് പറഞ്ഞ് സത്യഭാമ അത് പറയുമ്പോഴും അതിൽ വേറൊരു വശം കൂടിയുണ്ട്. അവർ റിയാലിറ്റിയാണ് പറയുന്നത്. അതെ. അതുപോലെയാണ്. അപ്പം നമ്മുടെ കൂടെ മീൻസ് ഒരു ഡയറക്ടർ ഒരു സിനിമയായിട്ട് വരുമ്പോൾ അത് കാണാനിടെ ആൾക്കാർ വേണം. ഇപ്പം ഞാൻ നാളെ ഒരു കംപ്ലീറ്റ്ലി ദളിത് പശ്ചാത്തലമുള്ള ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഈവൻ പ്രൊഡ്യൂസർ ഓക്കെ ആയി, ആക്ടേഴ്സ് ഓക്കെ ആയി, ഇതെല്ലാം എന്നിട്ട് ഞാൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര പേര് പോയി കാണും എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും ആ ഒരു കൾച്ചർ രൂപപ്പെട്ട് വരണം. പിന്നെ ഇപ്പോൾ രാജീവ് രവി കമ്മട്ടിപ്പാടം ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ രാജീവ് രവി ഒരു ബ്രാൻഡാണ്, ദുൽഖർ സൽമാനുണ്ട്, വിനായകനുണ്ട്, പിന്നെ കുറച്ച് പുതുമുഖങ്ങളാണ്. ബട്ട് സ്റ്റിൽ ഇത്രയും ബ്രാൻഡുകൾ ഒരുമിക്കുന്ന ഒരു സിനിമയും കൂടി ആയിരുന്നു അത്. അപ്പം അത് അതിൻ്റെ ബിസിനസ്സിന് ഒരുപാട് സഹായമായിട്ടുണ്ട്. പക്ഷെ അങ്ങനൊരു റോള് അല്ലെങ്കിൽ അങ്ങനൊരു മൂവി ചെയ്യാനായിട്ട് ദുൽഖറും റെഡി ആയിട്ടുണ്ട്. പക്ഷേ മെയിൻ സ്ട്രീമിലുള്ള നായകന്മാർ ഇത്തരം സബ്ജക്ട്സ് എങ്ങനെയാണ് അവർ? ജീവയുടെ അഭിപ്രായം എന്താണ്? എന്നെ സംബന്ധിച്ച് ഞാനിപ്പം പല ആളുകളോടും, ഈ മെയിൻ സ്ട്രീമിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ആളുകളോട് പോലും കഥ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് അങ്ങോട്ടേക്കുള്ള ഒരു ആക്സസ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ നേരിടുന്ന എൻ്റെ സിനിമയ്ക്ക് ഇപ്പം സംഭവിക്കാതിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സ്ക്രിപ്റ്റല്ല, പ്രൊഡ്യൂസറല്ല, ആക്ടേഴ്സാണ്. കാരണം അവിടെ റീച്ച് ചെയ്യുക എന്ന് പറഞ്ഞത് ഹിമാലയം കയറുന്നതിന് തുല്യമായിട്ടുള്ളൊരു പ്രോസസ്സായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം നമ്മളെ ഇപ്പം സപ്പോർട്ട് ചെയ്യാനും നമുക്ക് റെഫറൻസ് തരാനും നമുക്ക് കോണ്ടാക്ട്സ് തരാനും ആളുകളുണ്ട്. ബട്ട് അവരുടെ അടുത്ത് പോയൊരു കഥ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് അടിപ്പിക്കണ്ടേ, എന്നാലല്ലേ പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കഥ ബാക്കി നമുക്ക് അത്യാവശ്യം നല്ല ആക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അപ്രോച്ചബിലിറ്റി ഒരു ഇഷ്യൂ ആണ്. അത് സത്യം പറഞ്ഞാൽ എല്ലാവരും അനുഭവിക്കുന്നൊരു പ്രശ്നമാണ്. ഞാൻ മാത്രമല്ല, നമ്മുടെ അത്യാവശ്യം ഈ സിനിമയിലെ ഡെബ്യൂ അല്ലെങ്കിൽ ഒരു പുതിയ ആൾക്കാരായിട്ട് നിൽക്കുന്ന എല്ലാവരും അനുഭവിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഭയങ്കര ക്ലോസ്ഡ് സർക്കിളാണ് ആക്ടേഴ്സിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങോട്ട് റീച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പലരോട് സംസാരിക്കുമ്പോൾ പലരും പറയണത് ഞങ്ങൾ 4 വർഷത്തേക്ക് സിനിമ ബുക്കിംഗ് എന്നൊക്കെ പറയണത്. പക്ഷെ ഇത് പറയുന്ന അവരല്ല, അവരുടെ മാനേജേഴ്സ് ആവാം, അവരുടെ അസിസ്റ്റൻസ് ഒക്കെ ആവാം. ഡയറക്റ്റ്ലി കോണ്ടാക്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി തമിഴ് ഈ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. എനിക്ക് ഇൻഡസ്ട്രി അറിയില്ല, ബട്ട് സ്റ്റിൽ തോന്നുന്നു. അല്ല, പക്ഷേ ഞാൻ ഈ തമിഴ് സിനിമയിലും ഈ മലയാളത്തിൽ വരുന്ന ദളിത് അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിൻ്റെ സ്റ്റോറീസ് അല്ലെങ്കിൽ അവരെ ഡെപിക്റ്റ് ചെയ്യുന്ന അവരുടെ ക്യാരക്ടേഴ്സ് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴേ വളരെ നല്ല ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അവിടെയുള്ള നായകന്മാർ അല്ലെങ്കിൽ ഈ പാരഞ്ജിത്തിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ സിനിമയിലെ നായകന്മാരൊക്കെ പറഞ്ഞാൽ മെയിൻ സ്ട്രീം നായകൻ്റെ അതേ പവറിലാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഹീറോസ് ആണ്, പക്ക ഹീറോസ് ആണ്, കൊമേഴ്ഷ്യൽ ലെവലാണ് അവർ ചെയ്യുന്നത്. അതേസമയം നമ്മുടെ ഇവിടെയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പം വളരെ അതായത് ആർട്ട് ഫിലിംസിലേക്കാണ് കൂടുതലും പിന്നെ കണ്ടിട്ടുള്ളത്. അതായത് ഡോക്ടർ ബിജു സാറിൻ്റെയൊക്കെ മൂവീസിൽ വരുന്ന കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ മറ്റേ നമ്മുടെ മമ്മൂട്ടി ചെയ്തൊരു സിനിമ ഉണ്ടല്ലോ, പേര് മറന്നുപോയി,
പൊന്തന്മാട kind of. പൊന്തന്മാട കൈൻഡ് ഓഫ് ആ ടൈപ്പ് റോൾ, അതായത് വിധേയത്വം കർഷിക്കുന്ന കഥാപാത്രങ്ങളായിരിക്കും. അപ്പം മലയാള സിനിമയിൽ അങ്ങനെ എന്തുകൊണ്ടാണ് നോർമൽ, ഇപ്പം നമ്മളൊക്കെ നോർമലാണ്, നമ്മളൊന്നും അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല ഇപ്പം. അപ്പം സ്വാഭാവികമായിട്ടും നോർമലായിട്ടുള്ളൊരു ക്യാരക്ടർ എന്തുകൊണ്ടാണ് വരാത്തത്? ഇതിൽ പറയാനാണെങ്കിൽ ഒരാഴ്ച ഇരുന്ന് പറയാനുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പം അതിലൊരു ചുരുക്കി പറയാനാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ മലയാള സിനിമയുടെ ഒരു കാലഘട്ടം വരെ ഈ ക്യാരക്ടർ അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾക്കാർ ഒരു സവർണ ചുറ്റുപാടിലുള്ള ആൾക്കാരാണ്. അവർ കാണുന്നത് ഒരു വിധേയത്വ മുഖം മാത്രമാണ് അവർ മറ്റുള്ളവരുടേത് കാണുന്നുള്ളൂ. സോ അവരുടെ കഥകളിലെ ക്യാരക്ടേഴ്സിനെല്ലാം ആ വിധേയത്വം ഫീൽ ചെയ്യും. ഇനി തിരിച്ച് ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഈ സൃഷ്ടാവ് മാറുമ്പോഴുണ്ടൊരു കാര്യം. ഇപ്പം ഞാനൊരു ദളിത് സ്ത്രീയാണ്, ഞാനൊരു കഥ എഴുതുമ്പോൾ അതിലൊരു ദളിത് ക്യാരക്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ വശവും ഞാൻ കാണുന്നുണ്ട്. അപ്പം അതിലെ വിധേയത്വം ഉണ്ടാവും, അതിനപ്പുറം തന്നെ ഒരു ഹീറോയിസവും അതിനുണ്ടാവും. അപ്പം അത് കൊണ്ടുവരാൻ എനിക്ക് പറ്റും. അപ്പം ഈ പറഞ്ഞ മറ്റ് ഒരു സവർണ്ണ പശ്ചാത്തലത്തിലുള്ള ഒരാൾ ഒരു ഹീറോ ആയിട്ട് ഒരിക്കൽ പോലും ഒരു ദളിതനെ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ അവനെ ഒരു ഹീറോ ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും സിനിമയിൽ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ പൊതുവിൽ ഒരു ഹീറോസ് ജേർണി ബേസ് ചെയ്തിട്ടാണ് ഓൾമോസ്റ്റ് സിനിമകളെല്ലാം പോകുന്നത്. അപ്പം തമിഴ്നാട് കുറച്ചും കൂടി സിനിമേനെ കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അവരിപ്പം ഏത് കൈൻഡ് ഓഫ് മൂവി ചെയ്ത് കഴിഞ്ഞാലും ഒരു ഹീറോയിസം കൊണ്ടുവരാൻ സാധ്യത കൂടുതലുള്ള ഏരിയയാണ്. പിന്നെ മലയാള സിനിമ കുറച്ചുകൂടി ഒരു റിയലിസ്റ്റിക് ഇതിൽ നിൽക്കുന്നൊരു ഇൻഡസ്ട്രിയാണ്. അതിൻ്റെ ഒരു വ്യത്യാസം ഡെഫിനറ്റ്ലി കാണും. പിന്നെ ബേസിക്കലി സിനിമ ഓഫ് കോഴ്സ് ഫിക്ഷൻ ആണെങ്കിൽ പോലും നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നുമാണ് ഈ ഫിക്ഷൻ ഉണ്ടായി വരുന്നത്. അപ്പം നമ്മൾ കാണുന്നതും അറിയുന്നതും കാര്യങ്ങളാണ് നമ്മുടെ കണ്ടൻറ്റിലും ഉള്ളത്. അപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു സൊസൈറ്റി മാറി, പണ്ടത്തെ ആ ഒരു വിധേയത്വ മനോഭാവമെല്ലാം ആളുകളിലും മാറി. കുറച്ചും കൂടി നമ്മുടെ ഇടയിലും ഇപ്പോൾ ഹീറോസ് ഉണ്ട്. അവരുടെ കഥ പറയുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ആ കഥ അറിയാവുന്നവർ മുന്നോട്ട് വന്ന് പറയട്ടെ. ഇപ്പം കരിന്തണ്ടൻ്റെ സിനിമ, അതൊരു ഹീറോയാണ്. ആ സിനിമ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കും ഒരു ഈ പറഞ്ഞ പാരഞ്ജിത്തിൻ്റെ മൂവി എന്നൊക്കെ ഇപ്പോൾ പറയണ പോലെ നാളെ നമുക്ക് ലീല സന്തോഷിൻ്റെ മൂവി എന്ന് പറയാൻ പറ്റിയൊരു ഇതാണ് ഉള്ളത് അതിൽ. അതുപോലെ ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്ന മൂവി കുയിലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അത് മിതൽ ചേച്ചി എന്നോട് ഇത് വേണം പറഞ്ഞോളാനൊക്കെ പറഞ്ഞിരുന്നു. കുയിലി എന്ന് പറയണത് നമ്മളെല്ലാവരും ചേർന്ന് ഇപ്പം നമ്മുടെ ഒരു സർക്കിളിൽ നിന്നുകൊണ്ട് ഒരു പാട്ടായിട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തൊരു സബ്ജക്റ്റാണ്. അതിപ്പോൾ അതിൻ്റെ ഒരു മൂവി സാധ്യതയിലേക്ക്, ഒരു സിനിമാ സാധ്യതയിലേക്ക് കുയിലി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു പക്ഷേ അത് സിനിമയായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നൊരു ഹീറോ മൂവി ആയിട്ടായിരിക്കും അത് പ്ലേസ് ചെയ്യപ്പെടാൻ പോകുന്നത്. സോ അങ്ങനെ ഇപ്പോൾ പുതിയ ജനറേഷൻ സിനിമയിലേക്ക് വരുമ്പോഴേക്കും ഈ വിധേയത്വ മനോഭാവമൊക്കെ മാറും. ഇപ്പം ആരുടെയും വിധേയത്വം ആയിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല. അപ്പം അത് മാറും. പിന്നെ വേറൊരു കാര്യം, ഇപ്പം ആ വിധേയത്വ മനോഭാവത്തിലുള്ളൊരു ക്യാരക്ടർ ഇവിടെ വിലയില്ല. ഒരിക്കലും അത് വിറ്റഴിക്കപ്പെടാൻ സാധിക്കില്ല, അത് അംഗീകരിക്കപ്പെടുത്തുമില്ല. ഞാൻ അതിനൊപ്പം പറയുവാണ്, ഇപ്പം മലയാള സിനിമ റിയലിസ്റ്റിക്കും അല്ലെങ്കിൽ മറ്റ് ഇൻഡസ്ട്രി, തമിഴ് തെലുഗു ഇൻഡസ്ട്രി മാസ് മസാല കൈൻഡ് ഓഫ് മൂവീസാണ് ചെയ്യുന്നെങ്കിൽ പോലും മലയാളത്തിൽ പറഞ്ഞ റിയലിസ്റ്റിക് ആണെങ്കിൽ എന്തുകൊണ്ടാണ് റിയലിസ്റ്റിക് മൂവീസിൽ പോലും ദളിത് റെപ്രസെൻറ്റേഷൻ വരാത്തത്? അതായത് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുവാണ്. അപ്പോൾ നമ്മളൊരു ഫാമിലി സ്റ്റോറി എടുക്കുവാണ്. ഫാമിലി സ്റ്റോറീസ് എടുക്കുമ്പോൾ ഫാമിലീസ് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള ഇഷ്യൂസ് പറയുന്നു, റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂസ് പറയുന്നു, അതിനുശേഷം അങ്ങനെയൊക്കെ കഥ പോയി അവസാനിക്കുന്നു. അവിടെ കാസ്റ്റ് നമ്മൾ ആരുടെയും പറയുന്നൊന്നുമില്ല. അല്ലെങ്കിൽ അവിടെ ചില എന്താ പറയുക, സയൻസിലൂടെ ആയിരിക്കും ചില ഇതിൽ അവരത് ഇംപ്ലിമെൻറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്ന ആൾ സവർണ്ണ ആണെന്നുള്ളത്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. പറയാൻ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതായത് കോമൺ ആർക്കും സംഭവിക്കാവുന്ന ഒരു പ്ലോട്ടാണ്. എന്തുകൊണ്ടാണ് ആ പ്ലോട്ടിലേക്ക് ഒരു ദളിത് അവരുടെ സ്റ്റോറി എന്താണ് വരാത്തത്? അതായത് ഈ സ്റ്റോറി എവിടെയും ആപ്ലിക്കബിൾ ആണ്, എന്നിട്ടും അത് ഒരു സവർണ്ണ പശ്ചാത്തലത്തേക്ക് കൊണ്ട് എത്തിക്കുന്നതിൻ്റെ ഒരു ലോജിക്ക് എന്താണ്? ഇത് ഒന്ന് ക്രിയേറ്റഡ് ഒരു ഇഷ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ കൂടുതലും ഒരു സവർണ്ണ പശ്ചാത്തലം ഉള്ളവരായിരിക്കും. അവർക്കൊരിക്കലും ഒരു ദളിത് പശ്ചാത്തലത്തിലുള്ള ആൾക്കാരുടെ റിയൽ സ്റ്റോറീസിനെ അഡാപ്റ്റ് ചെയ്യാൻ അറിയില്ല. അവർക്കറിയില്ല കഥ. ഇപ്പം നമ്മളോടൊരു സവർണ്ണ പശ്ചാത്തലത്തിലുള്ള കഥ പറയാൻ പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഈ മീഡിയത്തിൽ മുഴുവൻ കണ്ടിരിക്കുന്നത് അവരുടെ കഥകളാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഇതുണ്ട്.
പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം, ഇത് വിറ്റഴിക്കപ്പെടണ്ടേ? അതെ. കമ്മട്ടിപ്പാടം എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ വിറ്റഴിക്കപ്പെടാനുള്ള റീസൺ ദുൽഖർ സൽമാനാണ്. അതെ. വിനായകൻ അതിലൂടെയാണ് അത്ര കണ്ട് ഉയർന്നു വന്നത്. അതെ. അപ്പം വിറ്റഴിക്കപ്പെടാനുള്ള ഒരു വാല്യൂ നമ്മൾ തന്നെ അതിനുണ്ടാക്കി കൊടുക്കണം ആക്ച്വലി. ഓക്കെ. അതായത് ഇങ്ങനൊരു കഥ തിയേറ്റർ റിലീസായി കഴിഞ്ഞാൽ എത്ര പേര് പോയി കാണും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാണാൻ അവിടെ ആളുകൾ വേണം. ഇപ്പം നമ്മളും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ മോഹൻലാൽ മീശ വരിക്കുന്ന സിനിമ ഉണ്ടെങ്കിൽ അത് കാണാനാണ് ആളുകൾ പോകത്തുള്ളൂ. അതെ. ഇപ്പോൾ ഡോക്ടർ ബിജുവിൻ്റെ സിനിമ ഐ തിങ്ക് റിലീസായിട്ടുണ്ട്, ഈ ലാസ്റ്റ് സിനിമ ടോവിനോൻ്റെ സിനിമ അതെ. അതെ. റിലീസായ സിനിമയാണ്. പക്ഷെ എത്ര പേര് പോയി കണ്ടു? അതെ, കറക്റ്റ്. എനിക്ക് തോന്നുന്നില്ല തിയേറ്ററിൽ നിന്നൊരു ഇൻകം കിട്ടിയിട്ടുണ്ടെന്ന്. ഡോക്ടർ ബിജുവിനെ എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഞാനും അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഒരു ഫാനാണ്. ആ വ്യക്തിയുടെയും ഒരു മെൻറ്റർ പൊസിഷനിൽ കാണുന്ന വ്യക്തിയാണ്. പക്ഷേ എത്ര പേര് പോയി സിനിമ കാണും? ആ സിനിമ ഇപ്പം ഞാൻ പോലും പറയുകയാണ്, നാളെ തരുൺ ഇപ്പം എനിക്കൊരു 5 കോടി തരാം, ഇന്ന സിനിമ ചെയ്യാം പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് എല്ലാം ഉണ്ടെങ്കിൽ പോലും എനിക്കൊരു പേടിയുണ്ട്, നാളെ എൻ്റെ സിനിമ എത്ര പേര് കാണും എന്നുള്ളത്. ഈ ഒരു വിഷയം മാത്രം സംസാരിക്കുന്ന ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് കാണും എന്നുള്ളത്. ഇപ്പോൾ ഒരു 10,000 പേര് കാണുമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ റിട്ടർ സ്കെയിൽ റിലീസ് ചെയ്യാം. 10,000 പേര് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള വഴി നമുക്ക് നോക്കാം. അപ്പോൾ ആൾക്കാർ കാണാൻ തയ്യാറാകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മുടെ ഇവിടുത്തെ സീരിയൽസ്. എപ്പോഴും ബോധമുള്ള കാലം തൊട്ട് നമ്മൾ കേൾക്കുന്ന അതേ കഥ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ പോലും ഒരു ദളിത് പശ്ചാത്തലമുള്ള കഥ വന്നിട്ടില്ല. അത് ഈവൻ നമ്മുടെ അമ്മമാരടക്കം ഇരുന്ന് ഇതേ കാണത്തുള്ളൂ. ഈ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് അത് തന്നെയാണ്. ഇപ്പം നമ്മൾ എത്രയൊക്കെ കറുപ്പിന് സപ്പോർട്ട് ചെയ്താലും കല്യാണം ആകുമ്പോൾ വെളുത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം അതുപോലെ തന്നെയാണ് ഈ കാര്യത്തിലും. പിന്നെ ഈ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഒരു സോഷ്യൽ റീഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷൻ കുറച്ചും കൂടി വാസ്റ്റായിട്ട് ലോകത്തെ കാണാനുള്ള തോട്ട്സുകൾ ഇതെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഗ്രാജുവൽ പ്രോസസ്സായിട്ട് മാറും. ഇപ്പം ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് എൻ്റെ സിനിമ നാളെ ഇവിടെ വമ്പൻ ഹിറ്റാവുമെന്നാണ്. ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ. അതിപ്പോൾ കുയിലി ആയിക്കോട്ടെ. ഇപ്പം ബേസിക്കലി നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സജിത്തയുടെ ഒരു സ്ക്രിപ്റ്റും ഉണ്ട്. ഇത് രണ്ടും റിലീസായി കഴിഞ്ഞാൽ പോലും ഇത് വമ്പൻ ഹിറ്റാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹിറ്റാവണം. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ സാമൂഹിക പശ്ചാത്തലം. വേറെ ഉണ്ട് ഈ സെൽഫ് ഇതൊരു കാര്യമാണ്. ഇപ്പം 5 സിനിമ റിലീസാവുകയെന്ന് വെച്ചു. ഇപ്പോൾ വിഷു റംസാനാണ്. റംസാൻ പോട്ടെ, ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ സീസണിലേക്ക് വരുമ്പോൾ 5 സിനിമ റിലീസാവുന്നെങ്കിൽ ഇതിൽ ഏത് സിനിമ നമ്മൾ കാണാൻ പോകുന്നെന്ന് ആലോചിച്ചാൽ മതി. അതെ. പക്ഷെ അടുത്തിടയ്ക്ക് മലയാള സിനിമയിൽ ഇപ്പം ഞാൻ കണ്ടന്റിൻ്റെ വയസ്സല്ല, പക്ഷെ നല്ല സിനിമകളൊക്കെ കുറേ ഓടുന്നുണ്ട് അടുപ്പിച്ച് വന്ന. മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടമാണിത്. നെക്സ്റ്റ് സുവർണ്ണ കാലഘട്ടമാണിത്. ഏത് കൈൻഡ് ഓഫ് മൂവീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്, നമ്മൾ ചൂസ് ചെയ്താൽ മാത്രം മതി. എനിക്കൊന്ന് എല്ലാവരും എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കണ്ടും തുടങ്ങി. അതെ. അപ്പോൾ അതൊരു പോസിറ്റീവ് സൈനല്ലേ? ഭയങ്കരമായിട്ടും. ഒരു മഞ്ഞുമൽ ബോയ്സ് അടക്കമുള്ള സിനിമകളിൽ ഒരു വമ്പൻ താരനിരയും ഇല്ലാതെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ടാണ് ഇപ്പോൾ അത് നിൽക്കുന്നത്. അപ്പം ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റും. ഇപ്പോൾ ശിവ നല്ല ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 സ്ക്രിപ്റ്റ് നന്നായിട്ട് വരട്ടെ, നല്ല ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ. താങ്ക് യു. അപ്പം മറ്റ് കാര്യങ്ങൾ നമ്മുടെ ഫാമിലി അറിയാമല്ലോ, പറഞ്ഞു. ഞാനും നിശാന്തേട്ടനും കുഞ്ഞും. ഞങ്ങളുടെ കുട്ടിയുടെ പേര് സമുദ്രാജീവ നിശാന്ത് എന്നാണ്. അവൾ ഇനിയിപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോണു. ഇതാണ് ഫാമിലി. പിന്നെ അച്ഛനും അമ്മയും നിശാന്തേൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ട്. എൻ്റെ വീട്ടിൽ അമ്മയും അനിയൻ്റെ വൈഫും കുട്ടിയുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ആസ് യൂഷ്വൽ നോർമൽ ഹാപ്പി പോകുന്നു. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കാര്യം വിട്ടുപോയത്, അത് ഷെയ്ഡ്സ് സൊസൈറ്റി അതിൻ്റെ പ്രസിഡൻ്റ് ആണല്ലോ. അതെ. എന്താണ് ഷെയ്ഡ്സ് സൊസൈറ്റി? അല്ല, ഷെയ്ഡ്സ് സൊസൈറ്റി ആക്ച്വലി ഭയങ്കര ക്വസ്റ്റ്യൻ ആയിപ്പോയല്ലോ എൻ്റെ തരുണേ. ഷെയ്ഡ് സൊസൈറ്റി ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ സ്ത്രീകളുടെ സിനിമകൾ അല്ലെങ്കിൽ നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിൽ തുടങ്ങിയൊരു സൊസൈറ്റിയാണ്. ഞാൻ ഭയങ്കര ഒരു അവിചാരിതമായിട്ടാണ് അതിലേക്ക് എത്തുന്നത്.
എൻ്റെ ഫ്രണ്ടാണ് ദിവ്യ ഗോപിനാഥ്. അപ്പോൾ ദിവ്യയാണ് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത്. നമ്മൾ ബേസിക്കലി ഷെയ്ഡ്സ് ഇൻ്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, ഇപ്പോൾ അത് ഷെയ്ഡ്സ് ഇൻ്റർനാഷണൽ ഷോർട്ട് ഫിലിം ആൻഡ് ഡോക്യുമെൻ്ററി ഫെസ്റ്റിവൽ എന്നുള്ള നിലയിൽ ഒരു ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം ഈ ഷെയ്ഡ്സിലേക്ക് വരുന്നത് ആ ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടറായിട്ടാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത സീസൺ വന്നപ്പോഴത്തേനും എന്നോട് പ്രസിഡൻ്റ് ആവാമോ എന്ന് ചോദിച്ചു. അവരെല്ലാവരും കൂടി ഇലക്ട് ചെയ്ത് പ്രസിഡൻ്റ് ആക്കിയതാണ്. ഷെയ്ഡ്സിൻ്റെ ഫെസ്റ്റിവൽ, ഫിലിം ഫെസ്റ്റിവൽ കമ്മിങ് മെയ്യിൽ 26 കണ്ണൂർ പയ്യന്നൂർ വെച്ച് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഡ്സിൻ്റെ ഫിലിം ബേസിക്കായിട്ട് ഷെയ്ഡ് ഫിലിം സൊസൈറ്റി ഫിലിം ഫെസ്റ്റിവലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിലെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ജൂറി കംപ്ലീറ്റ്ലി വുമൺ ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു കംപ്ലീറ്റ് വുമൺ ജൂറി ഉള്ള ഒരു ഫെസ്റ്റിവൽ ഉണ്ടോ എന്ന് സംശയം. ഈ തവണ റീമാ കല്ലിങ്കിലുണ്ട്. പിന്നെ പറയണോ, മാഹിൻ, അങ്ങനെ കുറച്ച് ആളുകൾ ചേർന്നതാണ് ഇത്. അതുപോലെ തന്നെ പ്രസിഡന്റ്, സെക്രട്ടറി, അങ്ങനെ എല്ലാ പൊസിഷനിലും വുമൺ ആണ് ഉള്ളത്. അതിൻ്റെ കംപ്ലീറ്റ്ലി ഒരു വുമൺ പാക്കേജാണ് ആക്ച്വലി ഷെയ്ഡ്സ് ഫിലിം ഫെസ്റ്റിവൽ അടക്കം ഉള്ളത്. അപ്പം അത് വളരെ നല്ല രീതിയിൽ പോകുന്നു. ഇപ്പം നടക്കാൻ പോകുന്നത് 5th എഡീഷനാണ്. അപ്പം അതാണ് പൊതുവിൽ പറയാനുള്ളത്. ഈ 5 അല്ലെങ്കിൽ 4 എഡിഷൻ കഴിഞ്ഞിട്ട് സ്ത്രീകളാണല്ലോ, അവരുടെ പ്രൊഡക്റ്റ് ആണല്ലോ വരുന്നത്. അല്ല, പ്രോഡക്റ്റിന് വ്യത്യാസമുണ്ട്. നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതും ജൂറീസും എല്ലാം സ്ത്രീകളാണ്. പ്രൊഡക്ട്സ് എല്ലാവരുടെയും മിക്സ്ഡ് പ്രൊഡക്ട്സുകളാണ്. ഓക്കെ, ശരി. അല്ല, ഈ വന്നതിൽ അങ്ങനെ പ്രോമിസിങ് ആയിട്ടുള്ള വിമൻ ഡയറക്ടേഴ്സ് അങ്ങനെ കുറവാണ്, ഭയങ്കര കുറവാണ്. എന്നുവെച്ചാൽ എസ്പെഷ്യലി മലയാളത്തിൽ നിന്നൊക്കെ വളരെ കുറവാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഒരു 100 സിനിമ വന്നു കഴിഞ്ഞാൽ ഒരു 10-15 പേരൊക്കെ ഉണ്ടായി എന്നാണ് പറയാൻ പറ്റുന്നത്. വളരെ കുറവാണ്. ഇപ്പം നേരത്തെ ചോദിച്ചില്ലേ ഈ സ്ത്രീകൾ മീൻസ് WCC ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പം ഇത് ഈ സ്ത്രീകളുടെ വിഷയങ്ങൾ കൂടുതൽ സംസാരത്തിലേക്ക് വരുമ്പോഴും ഇൻഡസ്ട്രിയിൽ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടാകും. അതിലൊന്നെന്ന് പറയുന്നത് പേടിയാണ്. പേടിയുള്ളവർക്ക് പേടി കൂടും. ഫോർ എക്സാമ്പിൾ, കുറേ മീറ്റു ആരോപണങ്ങളൊക്കെ വരുമ്പം പേടിയുള്ള ആൾക്കാർ അയ്യോ ഇനി അങ്ങോട്ട് പോകണ്ടെന്ന് തോന്നും. രണ്ടും കൽപ്പിച്ച് നിൽക്കുന്ന ആൾക്കാർ ധൈര്യത്തിൽ വരികയും ചെയ്യും. അപ്പം ആ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ടാവാം സത്യത്തിൽ വളരെ കുറവാണ്. പിന്നെ എസ്പെഷ്യലി എനിക്ക് പറയാൻ പറ്റും, ഞാൻ കേരളത്തിലെ ഒരു നമ്പർ 1 കോളേജിലാണ് പഠിപ്പിക്കുന്നത്. അവിടെ MA സിനിമ ആൻഡ് ടെലിവിഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കാൻ വരുന്ന കുട്ടികളിൽ ഒരു 20% താഴെയാണ് സ്ത്രീകളുള്ളൂ, പെൺകുട്ടികളുള്ളൂ. വളരെ കുറച്ച് ആളുകൾ സ്ത്രീകളായിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണിത്. ബട്ട് സ്റ്റിൽ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, മാറുന്നുമുണ്ട്, പക്ഷെ കുറവാണ് സത്യത്തിൽ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സിനിമയിൽ അഭിനയിച്ചല്ലോ. അത് ഭയങ്കര അറിയാതെ സംഭവിച്ച ഒരു കാര്യമാണ്. അതായത് പണ്ടൊരു മീറ്റിങ്ങിൽ, WCCയുടെ മീറ്റിങ്ങിൽ വെച്ചിട്ട് ഒരു ഫെസ്റ്റിവൽ ഒന്നുകൂടി പറയുകയാണേ. അതായത് ഒരു സ്ക്രീനിങ് നടന്നിരുന്നു WCCയുടെ ഓർഗനൈസേഷനിൽ. അപ്പം ആ സ്ക്രീനിങ്ങിന് കുഞ്ഞിള വന്നിട്ടുണ്ടായിരുന്നു, ഡയറക്ടർ കുഞ്ഞിള. അപ്പോൾ കുഞ്ഞിള അന്ന് എന്നോട് ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, അഭിനയിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഷോർട്ട് ഫിലിം എന്നുള്ള ഒരു പേരിലാണ് ഓക്കെ ഞാൻ റെഡി എന്ന് പറഞ്ഞ്. വർഷങ്ങൾക്ക് ശേഷം ഐ തിങ്ക് ഒരു 2 years കഴിഞ്ഞിട്ടുണ്ടാവണം, ഈ കുഞ്ഞിനെ വിളിച്ചിട്ട് ചോദിച്ചു, അന്ന് ജിയോ ഒരു പടത്തിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഷൂട്ടാണ്, വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു സെൽഫ് ഡൗട്ട് അടിച്ചു. അപ്പോൾ ഒരു വീഡിയോ അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ വീഡിയോ അയച്ചു കൊടുത്തു. ഓക്കെ പറഞ്ഞു. അതിൻ്റെ പോകുന്നതിൻ്റെ തലേദിവസമാണ് മനസ്സിലാവുന്നത് അതൊരു വലിയ സിനിമയാണെന്നുള്ളത്. ഞാനൊരു ഷോർട്ട് ഫിലിം എന്നുള്ള രീതിയിൽ ഡിഗ്രി ചെയ്ത സാധനമാണ്, നമ്മൾ അറിയാതെ ചെന്ന് എത്തിപ്പെട്ടതാണ്. ബട്ട് എനിക്ക് ഭയങ്കര നഷ്ടം വന്നത്, എനിക്കൊരു സാധ്യത ഉണ്ടായിരുന്നു, ചെറിയൊരു കുഞ്ഞു റോള് മഞ്ഞുമൽ ബോയ്സ് ചെയ്യാൻ വിളിച്ചിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ നൈബറുടെ കല്യാണമായിരുന്നു. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ ഇവൻറ്റിന് ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെയാണ് വിളിച്ചത്. അപ്പം ഞാൻ എന്തിനാണ് അതിലൊക്കെ കയറി ഉറപ്പിക്കേണ്ട, മഞ്ഞുമൽ വോയിസ് പോട്ടെ എന്നുള്ള രീതിയിൽ ചെയ്തില്ല. അപ്പോൾ ഇത് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പം ശരിക്കും പറഞ്ഞാൽ ആ ഗുണ കേവിൻ്റെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷായിട്ട്, ഐ മീൻ ഒരു പോസിറ്റീവ് എൻഡിലേക്ക് വരുമ്പോൾ ഉള്ളൊരു ഡോക്ടറുടെ ക്യാരക്ടറായിരുന്നു അത്. അന്ന് കരുതുന്നു ഡോക്ടറുടെ ക്യാരക്ടർ എന്നുള്ളത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ കോള് വന്നിരുന്നു, അതിന് പോകാൻ പറ്റിയില്ല. അതിന് ഭയങ്കര അത് പിന്നീട് അതൊരു വിഷമമായിപ്പോയി, പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. അന്ന് അത്ര ആലോചിച്ചില്ലായിരുന്നു, കാരണം ഞാൻ ഒരിക്കലും ഒരു ആക്ടിങ് പ്രൊഫഷനായിട്ട് ഒന്നും കരുതിയിട്ടില്ല. അന്ന് കുഞ്ഞിലയുടെ ഇതിൽ പോകാൻ ഞാൻ കൊടുത്ത വാക്ക്, 2 നമ്മൾ സിനിമ ചെയ്യുന്നില്ല, ഏതെങ്കിലുമൊക്കെ സിനിമയുടെ ഭാഗമാവാന്നുള്ളൊരു ഇതുണ്ടല്ലോ, നമുക്ക് കാണുമെങ്കിലും ചെയ്യാമല്ലോ ഇവരെങ്ങനെ ചെയ്യുന്ന ഈ പ്രോസസ്സ്, അവരെങ്ങനെയാണ് അത് ഡീൽ ചെയ്യണമെന്ന്.
അതായിരുന്നു അന്നത്തെ ചിന്ത. അതല്ലാതെ ബേസിക്കലി ഞാനൊരു ആക്ടറും അല്ല. അതങ്ങ് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ഇതും ഇല്ല, ആക്ച്വലി പ്ലാനും ഇല്ല. ഓക്കെ. ആ, ആ, ആ. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു അത്. മഞ്ഞുമേലും കൂടെ വരുമായിരുന്നെങ്കിൽ 200 കോടി സിനിമയിൽ അഭിനയിച്ചത് അഭിനയിച്ച പറയാമായിരുന്നു. പറയാമായിരുന്നു. ഓക്കെ. ഇപ്പൊ ആ സിനിമ നന്നായിട്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ആ, ഓക്കെ. അപ്പം ഓൺ എ പേഴ്സണൽ നോട്ട്, ഞാൻ ഇപ്പം ജീവ ഡയറക്ടറാണ്, ആക്ടറാണ്, മറ്റ് ഇതിൻ്റെയൊക്കെ പ്രസിഡൻ്റൊക്കെ ആണെങ്കിൽ പോലും വളരെ നല്ലൊരു സുഹൃത്താണ്. സുഹൃത്ത് ബന്ധങ്ങളെ വളരെ വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. കാരണം എൻ്റെയും വൈഫിൻ്റെ ഞങ്ങളുടെ കല്യാണത്തിന് ക്ഷണിക്കുന്ന സമയത്തും പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം അന്ന് പറഞ്ഞു വരാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല, കാരണം അറിയാം, നമുക്ക് സാഹചര്യം അറിയാം. പക്ഷേ ആ ഒരു എനിക്കൊന്ന് ഈ 7th 8th മന്തിലായിരുന്നു എനിക്ക് തോന്നുന്നു അത് ഡെലിവറിയോട് അടുക്കുന്ന ദിവസങ്ങളായിരുന്നു. ദിവസങ്ങളായിരുന്നു. അപ്പം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. പക്ഷെ വന്നു ചടങ്ങിനെല്ലാം പങ്കെടുത്തിട്ടാണ് പോയത്. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. അത് തരുൺ, യു പീപ്പിൾ ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ മൈ ലൈഫ്. പക്ഷെ എല്ലാവരും ചെയ്യണമെന്നില്ല. എന്നുവെച്ചാൽ തരുണിൻ്റെയും അരുന്ധതിയുടെയും വിവാഹം എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെ വിവാഹം മാത്രമല്ല, ആക്ച്വലി അതിനകത്ത് നമ്മളെ ഒരുപാട് വേണ്ടപ്പെട്ട ആളുകൾ വരുന്ന ഇവരെ കാണാൻ കിട്ടുന്നൊരു അവസരം കൂടിയാണ്. അത് മീൻസ് അതുകൊണ്ട് മാത്രമാണ് വന്നതെന്നല്ല ഞാൻ പറഞ്ഞത്. അതങ്ങനെ മിസ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എന്തായാലും ആ നോട്ടിൽ നമുക്ക് പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കാം. വന്നതിന് താങ്ക് യു. ഞാൻ താങ്ക് യു പറയുള്ളൂ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ബൈ ബൈ.